ഛത്തീസ്ഗഡിലെയും മധ്യപ്രദേശിലെയും പ്രധാന കൽക്കരി ഉൽപ്പാദന മേഖലകൾ ഏതെല്ലാം? കോർബ, ഉമറിയ, സിംഗ്രൌലി, ചിർമിരി, സോഹാഗ്പൂർ. ഈ മേഖലകൾ ഇന്ത്യയിലെ കൽക്കരി ഉൽപ്പാദനത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്നു. സിംഗ്രൌലി ഇന്ത്യയുടെ കൽക്കരി തലസ്ഥാനം എന്നും അറിയപ്പെടുന്നു. ഈ പ്രദേശങ്ങളിൽ നിന്ന് രാജ്യത്തിന്റെ താപവൈദ്യുത നിലയങ്ങളിലേക്ക് വലിയ തോതിൽ കൽക്കരി എത്തിക്കുന്നു. ആന്ധ്രാപ്രദേശിലെ ഏത് പ്രദേശങ്ങളാണ് കൽക്കരി ഉൽപ്പാദനത്തിന് പേരുകേട്ടത്? ആദിലാബാദ്, കരിംനഗർ, വാറങ്കൽ, ഖമ്മം, കിഴക്കൻ, പടിഞ്ഞാറൻ ഗോദാവരി. ആന്ധ്രാപ്രദേശിലെ നിലവിലെ തെലങ്കാനയുൾപ്പെടെ ഈ ജില്ലകൾ ഗോദാവരി താഴ്വര കൽക്കരിപ്പാടത്തിന്റെ ഭാഗമാണ്. സിംഗരേണി കൽക്കരി കമ്പനി ലിമിറ്റഡ് (SCCL) ഈ പ്രദേശങ്ങളിലെ ഖനന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നു. മഹാരാഷ്ട്രയിലെ പ്രധാന കൽക്കരി ഉൽപ്പാദന മേഖലകൾ ഏതെല്ലാം? നാഗ്പൂർ വാർധ മേഖല, ബല്ലാർപൂർ, ചന്ദ. മഹാരാഷ്ട്രയിലെ നാഗ്പൂർ വാർധ താഴ്വര കൽക്കരിപ്പാടം സംസ്ഥാനത്തിന്റെ ഊർജ്ജ ആവശ്യങ്ങൾക്ക് പ്രധാനമാണ്. ഈ പ്രദേശങ്ങളിലെ കൽക്കരി നിക്ഷേപങ്ങൾ മഹാരാഷ്ട്രയിലെ വ്യാവസായിക വികസനത്തിൽ നിർണായക പങ്ക് വഹിക്കുന്നു. പശ്ചിമബംഗാളിലെ പ്രധാന കൽക്കരി ഉൽപ്പാദന മേഖലകൾ ഏതെല്ലാം? റാണിഗഞ്ച്, അസൻസോൾ. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ളതും വലുതുമായ കൽക്കരിപ്പാടങ്ങളിൽ ഒന്നാണ് റാണിഗഞ്ച്. പശ്ചിമബംഗാളിലെ ദാമോദർ താഴ്വരയിലെ ഈ മേഖലകൾ രാജ്യത്തെ കൽക്കരി ഉൽപ്പാദനത്തിൽ ഗണ്യമായ സംഭാവന നൽകുന്നു. ഏറ്റവും കൂടുതൽ കൽക്കരി ശേഖരമുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ജാർഖണ്ഡ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരി ശേഖരം ജാർഖണ്ഡ് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഇത് ഇന്ത്യയുടെ ഊർജ്ജ ആവശ്യകതകളിൽ വലിയ പങ്ക് വഹിക്കുന്നു. ധൻബാദ്, ബൊക്കാറോ തുടങ്ങിയ പ്രദേശങ്ങൾ ഇവിടുത്തെ പ്രധാന കൽക്കരി ഖനന കേന്ദ്രങ്ങളാണ്. ഇന്ത്യയിൽ ഏറ്റവും വലിയ ടെർഷ്യറി കൽക്കരി ശേഖരമുള്ള സംസ്ഥാനം ഏതാണ്? അസം. ഇന്ത്യയിൽ ഏറ്റവും വലിയ ടെർഷ്യറി കൽക്കരി ശേഖരം കാണപ്പെടുന്നത് അസം സംസ്ഥാനത്താണ്. പ്രധാനമായും മിയോസീൻ കാലഘട്ടത്തിൽ രൂപപ്പെട്ട ഈ കൽക്കരി വടക്കുകിഴക്കൻ ഇന്ത്യയിലെ ഊർജ്ജാവശ്യങ്ങൾക്ക് പ്രാധാന്യമുള്ളതാണ്. മക്കുമായിലെയും ലഖിംപൂരിലെയും ഖനികളാണ് ഇതിന് ഉദാഹരണങ്ങൾ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ലിഗ്നൈറ്റ് കൽക്കരിപ്പാടം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? നെയ്വേലി, തമിഴ്നാട്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ലിഗ്നൈറ്റ് കൽക്കരിപ്പാടം തമിഴ്നാട്ടിലെ കഡലൂർ ജില്ലയിലുള്ള നെയ്വേലിയിലാണ്. നെയ്വേലി ലിഗ്നൈറ്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് (NLCIL) ഇവിടെ കൽക്കരി ഖനനം നടത്തുകയും താപവൈദ്യുതോൽപാദനത്തിനായി ഉപയോഗിക്കുകയും ചെയ്യുന്നു. ഇത് ദക്ഷിണേന്ത്യയിലെ ഊർജ്ജ സുരക്ഷയ്ക്ക് നിർണായക പങ്ക് വഹിക്കുന്നു. നമ്മുടെ സൗരയൂഥത്തിന്റെ കേന്ദ്രത്തിലുള്ള ആകാശഗോളം ഏതാണ്? സൂര്യൻ. സൂര്യൻ ഒരു നക്ഷത്രമാണ്. നമ്മുടെ സൗരയൂഥത്തിന്റെ കേന്ദ്രത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. സൂര്യന്റെ ഗുരുത്വാകർഷണ ബലമാണ് ഗ്രഹങ്ങളെയും മറ്റ് ആകാശഗോളങ്ങളെയും അതിന്റെ ഭ്രമണപഥത്തിൽ നിലനിർത്തുന്നത്. നമ്മുടെ സൗരയൂഥത്തിൽ സൂര്യനോട് ഏറ്റവും അടുത്തുള്ള ഗ്രഹം ഏതാണ്? ബുധൻ. ബുധൻ നമ്മുടെ സൗരയൂഥത്തിലെ ഏറ്റവും ചെറിയ ഗ്രഹമാണ്. സൂര്യനോട് ഏറ്റവും അടുത്തുനിൽക്കുന്നതിനാൽ അതിന്റെ ഉപരിതലത്തിൽ താപനിലയിൽ വലിയ വ്യത്യാസങ്ങൾ അനുഭവപ്പെടുന്നു. അനിയന്ത്രിതമായ ഹരിതഗൃഹ പ്രഭാവം മൂലം ഉപരിതലത്തിൽ അത്യധികം ഉയർന്ന താപനിലയുള്ള ഗ്രഹം ഏതാണ്? ശുക്രൻ. ശുക്രൻ സൗരയൂഥത്തിലെ ഏറ്റവും ചൂടേറിയ ഗ്രഹമാണ്. അതിന്റെ കട്ടിയുള്ള കാർബൺ ഡയോക്സൈഡ് അന്തരീക്ഷം അനിയന്ത്രിതമായ ഹരിതഗൃഹ പ്രഭാവത്തിന് കാരണമാകുന്നു. ഇത് ഉപരിതല താപനില 475°C വരെ എത്തിക്കുന്നു. ഭൂമിയുടെ ഏകദേശ പ്രായം എത്രയാണ്? ഏകദേശം 4.54 ബില്യൺ വർഷം. റേഡിയോമെട്രിക് ഡേറ്റിംഗ് പോലുള്ള ശാസ്ത്രീയ രീതികൾ ഉപയോഗിച്ചാണ് ഭൂമിയുടെ പ്രായം ഏകദേശം 4.54 ബില്യൺ വർഷമാണെന്ന് കണക്കാക്കിയിരിക്കുന്നത്. ഇത് ഭൂമിയുടെയും സൗരയൂഥത്തിന്റെയും രൂപീകരണത്തെക്കുറിച്ചുള്ള പഠനങ്ങൾക്ക് അടിസ്ഥാനമാണ്. ഏത് ഗ്രഹമാണ് ചുവന്ന ഗ്രഹം എന്ന് അറിയപ്പെടുന്നത്? ചൊവ്വ. ചൊവ്വയുടെ ഉപരിതലത്തിൽ കാണുന്ന ഇരുമ്പ് ഓക്സൈഡിന്റെ സാന്നിധ്യമാണ് അതിന് ചുവപ്പ് കലർന്ന ഓറഞ്ച് നിറം നൽകുന്നത്. ഈ സവിശേഷതയാണ് ചൊവ്വയെ ചുവന്ന ഗ്രഹം എന്ന് വിശേഷിപ്പിക്കാൻ കാരണം. നമ്മുടെ സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹം ഏതാണ്? വ്യാഴം. വ്യാഴം നമ്മുടെ സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹമാണ്. അതിന്റെ വ്യാസം ഭൂമിയുടെ ഏകദേശം 11 മടങ്ങാണ്.
ഇത് ഒരു വാതക ഭീമൻ ഗ്രഹമാണ്, പ്രധാനമായും ഹൈഡ്രജനും ഹീലിയവും ചേർന്നതാണ്. ഏത് ഗ്രഹമാണ് അതിന്റെ മനോഹരമായ വലയങ്ങൾക്ക് പേരുകേട്ടത്? ശനി. ശനി അതിന്റെ മനോഹരമായതും സങ്കീർണവുമായ വലയങ്ങൾക്ക് പേരുകേട്ടതാണ്. ഈ വലയങ്ങൾ പ്രധാനമായും ഐസ് കണികകളും പാറക്കഷണങ്ങളും ചേർന്നവയാണ്. ഇവയുടെ വലുപ്പം പൊടിപടലങ്ങൾ മുതൽ പർവ്വതങ്ങളോളം വരെയാകാം. ഏത് ഗ്രഹമാണ് അതിന്റെ ഭ്രമണപഥത്തിന് ഏതാണ്ട് ലംബമായി ഒരു വശത്തേക്ക് ചരിഞ്ഞു കറങ്ങുന്നത്? യുറാനസ്. യുറാനസിന്റെ സവിശേഷത അതിന്റെ ചരിഞ്ഞ ഭ്രമണമാണ്. ഇത് അതിന്റെ ഭ്രമണപഥത്തിന് ഏകദേശം 98 ഡിഗ്രി ചരിവിലാണ് കറങ്ങുന്നത്. ഒരു വലിയ കൂട്ടിയിടി കാരണമാണ് ഈ അസാധാരണമായ ചരിവ് സംഭവിച്ചതെന്ന് കരുതപ്പെടുന്നു. നമ്മുടെ സൗരയൂഥത്തിൽ സൂര്യനിൽ നിന്ന് ഏറ്റവും ദൂരെയുള്ള ഗ്രഹം ഏതാണ്? നെപ്റ്റ്യൂൺ. നെപ്റ്റ്യൂൺ സൗരയൂഥത്തിലെ ഏറ്റവും ദൂരെയുള്ള ഗ്രഹമാണ്. ഒരു ഐസ് ഭീമനായ ഇത് പ്രധാനമായും ജലം, അമോണിയ, മീഥേൻ എന്നിവയുടെ ഐസ് രൂപങ്ങളാൽ നിർമ്മിതമാണ്. കൂടാതെ വളരെ ശക്തമായ കാറ്റും ഇവിടെ അനുഭവപ്പെടുന്നു. നമ്മുടെ സൗരയൂഥത്തിലെ ഭൂരിഭാഗം ചിഹ്നഗ്രഹങ്ങളും എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ചിഹ്നഗ്രഹ ബെൽറ്റ്. ചിഹ്നഗ്രഹ ബെൽറ്റ് ചൊവ്വയ്ക്കും വ്യാഴത്തിനും ഇടയിലുള്ള ഒരു മേഖലയാണ്. ഇവിടെയാണ് സൗരയൂഥത്തിലെ ഭൂരിഭാഗം ചിഹ്നഗ്രഹങ്ങളും കാണപ്പെടുന്നത്. ഇത് സൗരയൂഥ രൂപീകരണത്തിന്റെ അവശിഷ്ടങ്ങളായ പാറകളും ലോഹങ്ങളും ചേർന്നതാണ്. 2012 കണക്കനുസരിച്ച് ആഗോളതലത്തിൽ ഏറ്റവും വലിയ ആപ്പിൾ ഉത്പാദക രാജ്യം ഏതായിരുന്നു? ചൈന. 2012 ലോകത്തിലെ ഏറ്റവും വലിയ ആപ്പിൾ ഉത്പാദക രാജ്യം ചൈനയായിരുന്നു. ഷാൻഡോങ്, ഷാൻസി തുടങ്ങിയ പ്രവിശ്യകളാണ് ചൈനയുടെ ആപ്പിൾ ഉത്പാദനത്തിൽ മുന്നിട്ട് നിൽക്കുന്നത്. ആഗോള പഴവർഗ വിപണിയിൽ ചൈനയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട്. ലൈബീരിയയുടെ തലസ്ഥാന നഗരം ഏതാണ്? മോൺറോവിയ. പടിഞ്ഞാറൻ ആഫ്രിക്കൻ രാജ്യമായ ലൈബീരിയയുടെ തലസ്ഥാനവും ഏറ്റവും വലിയ നഗരവുമാണ് മോൺറോവിയ. അറ്റ്ലാന്റിക് തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഈ നഗരം രാജ്യത്തിന്റെ സാമ്പത്തിക, ഭരണ കേന്ദ്രമാണ്. 1822 സ്ഥാപിക്കപ്പെട്ട ഈ നഗരം അമേരിക്കൻ പ്രസിഡന്റ് ജെയിംസ് മോൺറോയുടെ പേരിൽ അറിയപ്പെടുന്നു. ലൈബീരിയയുടെ കറൻസി എന്താണ്? ലൈബീരിയൻ ഡോളർ. ലൈബീരിയയുടെ ഔദ്യോഗിക കറൻസിയാണ് ലൈബീരിയൻ ഡോളർ. 1847 ലൈബീരിയയുടെ സ്വാതന്ത്ര്യത്തിനുശേഷം ഇത് പല ഘട്ടങ്ങളിലായി അവതരിപ്പിക്കുകയും പുനരവതരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ISO കോഡ് LRD ആണ്. ലിബിയയുടെ തലസ്ഥാന നഗരം ഏതാണ്? ട്രിപ്പോളി. വടക്കൻ ആഫ്രിക്കൻ രാജ്യമായ ലിബിയയുടെ തലസ്ഥാനവും ഏറ്റവും വലിയ നഗരവുമാണ് ട്രിപ്പോളി. മെഡിറ്ററേനിയൻ കടൽത്തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഈ നഗരം രാജ്യത്തിന്റെ പ്രധാന സാമ്പത്തിക, ഭരണ കേന്ദ്രമാണ്. ലിബിയയുടെ ഔദ്യോഗിക ഭാഷ ഏതാണ്? അറബിക്. ലിബിയയുടെ ഔദ്യോഗിക ഭാഷ അറബിക്കാണ്. ലിബിയക്കാർ സാധാരണയായി ലിബിയൻ അറബിക് എന്ന പ്രാദേശിക വകഭേദമാണ് സംസാരിക്കുന്നത്. രാജ്യത്തിന്റെ എല്ലാ ഔദ്യോഗിക ആശയവിനിമയങ്ങൾക്കും വിദ്യാഭ്യാസത്തിനും അറബി ഭാഷ ഉപയോഗിക്കുന്നു. ലിച്ചൻസ്റ്റീനിന്റെ തലസ്ഥാന നഗരം ഏതാണ്? വഡൂസ്. യൂറോപ്പിലെ ഒരു ചെറിയ രാജ്യമായ ലിച്ചൻസ്റ്റീനിന്റെ തലസ്ഥാനമാണ് വഡൂസ്. റൈൻ നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഈ നഗരം രാജ്യത്തിന്റെ സാമ്പത്തിക, സാംസ്കാരിക കേന്ദ്രമാണ്. ലിച്ചൻസ്റ്റീനിന്റെ രാജകുടുംബത്തിന്റെ ആസ്ഥാനവും വഡൂസാണ്. ലിച്ചൻസ്റ്റീനിന്റെ കറൻസി എന്താണ്? സ്വിസ് ഫ്രാങ്ക്. ലിച്ചൻസ്റ്റീനിന്റെ ഔദ്യോഗിക കറൻസി സ്വിസ് ഫ്രാങ്ക് ആണ്. സമീപ രാജ്യമായ സ്വിറ്റ്സർലൻഡുമായി സാമ്പത്തികമായി അടുപ്പം പുലർത്തുന്നതുകൊണ്ടാണ് ലിച്ചൻസ്റ്റീൻ ഈ കറൻസി സ്വീകരിച്ചിട്ടുള്ളത്. ഇത് രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിരതയെ സഹായിക്കുന്നു. ലിത്വാനിയയുടെ തലസ്ഥാന നഗരം ഏതാണ്? വിൽനിയസ്. ബാൾട്ടിക് രാജ്യമായ ലിത്വാനിയയുടെ തലസ്ഥാനവും ഏറ്റവും വലിയ നഗരവുമാണ് വിൽനിയസ്. നെറിസ് നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഈ നഗരം രാജ്യത്തിന്റെ ചരിത്രപരവും സാംസ്കാരികവുമായ കേന്ദ്രമാണ്. വിൽനിയസിന്റെ പഴയ നഗരം യുനെസ്കോ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പാഠഭാഗമനുസരിച്ച് ലിത്വാനിയയുടെ കറൻസി എന്തായിരുന്നു? ലിത്വാനിയൻ ലിറ്റാസ്. 2015 ജനുവരി 1 വരെ ലിത്വാനിയയുടെ ദേശീയ കറൻസി ലിത്വാനിയൻ ലിറ്റാസ് ആയിരുന്നു. അതിനുശേഷം ലിത്വാനിയ യൂറോസോണിൽ ചേരുകയും ഔദ്യോഗിക കറൻസിയായി യൂറോ സ്വീകരിക്കുകയും ചെയ്തു.
ലക്സംബർഗിന്റെ തലസ്ഥാന നഗരം ഏതാണ്? ലക്സംബർഗ് CET. യൂറോപ്പിലെ ഒരു ചെറിയ രാജ്യമായ ലക്സംബർഗിന്റെ തലസ്ഥാനമാണ് ലക്സംബർഗ് CET. ഇത് രാജ്യത്തിന്റെ സാമ്പത്തിക ഭരണകേന്ദ്രമാണ്. ഈ നഗരത്തിലെ ചരിത്രപരമായ കോട്ടകളും പഴയ പട്ടണവും യുനെസ്കോ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ലക്സംബർഗിന്റെ ഔദ്യോഗിക ഭാഷകൾ ഏതൊക്കെയാണ്? ജർമ്മൻ, ഫ്രഞ്ച്, ലക്സംബർഗിഷ്. ലക്സംബർഗിന് 3 ഔദ്യോഗിക ഭാഷകളുണ്ട്: ജർമ്മൻ, ഫ്രഞ്ച്, ലക്സംബർഗിഷ്. ഈ 3 ഭാഷകളും രാജ്യത്തിന്റെ ഭരണത്തിലും വിദ്യാഭ്യാസത്തിലും ദൈനംദിന ജീവിതത്തിലും പ്രാധാന്യമർഹിക്കുന്നു. ലക്സംബർഗിഷ് സാധാരണ സംഭാഷണ ഭാഷയായി ഉപയോഗിക്കുന്നു. മതപരമായ കാര്യങ്ങളിൽ ലക്സംബർഗ് രാജ്യത്തിന്റെ സ്വഭാവം എന്താണ്? മതേതരത്വം, സെക്യുലർ. ലക്സംബർഗ് ഒരു മതേതര രാജ്യമാണ്, അതായത് ഭരണകൂടത്തിന് ഔദ്യോഗിക മതമില്ല. മതസ്വാതന്ത്ര്യം ഭരണഘടന ഉറപ്പുനൽകുന്നു. വിവിധ മതവിഭാഗങ്ങൾക്ക് രാജ്യത്ത് തുല്യ അവകാശങ്ങളും സംരക്ഷണവുമുണ്ട്. മാസിഡോണിയയുടെ വടക്കൻ മാസിഡോണിയ തലസ്ഥാന നഗരം ഏതാണ്? സ്കോപ്ജെ. വടക്കൻ മാസിഡോണിയയുടെ തലസ്ഥാനമാണ് സ്കോപ്ജെ. വാർദാർ നദിയുടെ തീരത്താണ് ഈ നഗരം സ്ഥിതി ചെയ്യുന്നത്. ഇത് രാജ്യത്തെ ഏറ്റവും വലിയ നഗരവും രാഷ്ട്രീയ, സാംസ്കാരിക, സാമ്പത്തിക കേന്ദ്രവുമാണ്. മാസിഡോണിയയുടെ വടക്കൻ മാസിഡോണിയ കറൻസി ഏതാണ്? മാസിഡോണിയൻ ഡെനാർ. മാസിഡോണിയൻ ഡെനാർ MKD ആണ് വടക്കൻ മാസിഡോണിയയുടെ ഔദ്യോഗിക കറൻസി. മാസിഡോണിയൻ നാഷണൽ ബാങ്കാണ് ഇതിന്റെ വിനിമയം നിയന്ത്രിക്കുന്നത്. മഡഗാസ്കറിന്റെ തലസ്ഥാന നഗരം ഏതാണ്? അന്റനാരിവോ. മഡഗാസ്കറിന്റെ തലസ്ഥാനവും ഏറ്റവും വലിയ നഗരവുമാണ് അന്റനാരിവോ. മഡഗാസ്കർ ദ്വീപിന്റെ മധ്യഭാഗത്തായാണ് ഈ നഗരം സ്ഥിതി ചെയ്യുന്നത്. ഇത് രാജ്യത്തിന്റെ സാമ്പത്തിക ഭരണകേന്ദ്രമാണ്. മഡഗാസ്കറിന്റെ ഔദ്യോഗിക ഭാഷകൾ ഏതെല്ലാമാണ്? മലഗാസി, ഫ്രഞ്ച്, ഇംഗ്ലീഷ്. മഡഗാസ്കറിന്റെ പ്രധാന ഔദ്യോഗിക ഭാഷകൾ മലഗാസിയും ഫ്രഞ്ചുമാണ്. 2007-നും 2010-നും ഇടയിൽ ഇംഗ്ലീഷിനും ഔദ്യോഗിക പദവി നൽകിയിരുന്നു. മഡഗാസ്കറിന്റെ സംസ്കാരത്തിലും ഭരണത്തിലും ഈ ഭാഷകൾക്ക് നിർണായക സ്ഥാനമുണ്ട്. ഉത്തര കൊറിയയുടെ തലസ്ഥാന നഗരം ഏതാണ്? പ്യോങ്യാങ്. ഉത്തര കൊറിയയുടെ തലസ്ഥാനവും ഏറ്റവും വലിയ നഗരവുമാണ് പ്യോങ്യാങ്. ഇത് രാജ്യത്തിന്റെ രാഷ്ട്രീയ, സാംസ്കാരിക, സാമ്പത്തിക കേന്ദ്രമായി പ്രവർത്തിക്കുന്നു. ഉത്തര കൊറിയയുടെ ഔദ്യോഗിക കറൻസി എന്താണ്? നോർത്ത് കൊറിയൻ വോൺ. ഉത്തര കൊറിയയുടെ ഔദ്യോഗിക കറൻസിയാണ് നോർത്ത് കൊറിയൻ വോൺ KPW. രാജ്യത്തിന്റെ സാമ്പത്തിക വ്യവസ്ഥയുടെ ഒരു പ്രധാന ഭാഗമാണിത്. അന്താരാഷ്ട്ര വ്യാപാരത്തിൽ ഇതിന് പരിമിതമായ സ്വാധീനമേയുള്ളൂ. ഉത്തര കൊറിയയിൽ മതത്തെ സംബന്ധിച്ചുള്ള ഭരണകൂടത്തിന്റെ സ്വഭാവം എന്താണ്? മതേതരം. ഉത്തര കൊറിയ ഔദ്യോഗികമായി ഒരു മതേതര രാജ്യമാണ്. ഭരണഘടന മതസ്വാതന്ത്ര്യം അനുവദിക്കുന്നുണ്ടെങ്കിലും പ്രായോഗികമായി ഭരണകൂടം മതപരമായ പ്രവർത്തനങ്ങളെ കർശനമായി നിയന്ത്രിക്കുകയും തടയുകയും ചെയ്യുന്നു. ദക്ഷിണ കൊറിയയുടെ തലസ്ഥാന നഗരം ഏതാണ്? സിയോൾ. ദക്ഷിണ കൊറിയയുടെ തലസ്ഥാനവും ഏറ്റവും വലിയ നഗരവുമാണ് സിയോൾ. ഇത് രാജ്യത്തിന്റെ സാമ്പത്തിക, സാംസ്കാരിക, രാഷ്ട്രീയ കേന്ദ്രമായി അറിയപ്പെടുന്നു. ദക്ഷിണ കൊറിയയുടെ ഔദ്യോഗിക കറൻസി എന്താണ്? സൗത്ത് കൊറിയൻ വോൺ. ദക്ഷിണ കൊറിയയുടെ ഔദ്യോഗിക കറൻസിയാണ് സൗത്ത് കൊറിയൻ വോൺ KRW. രാജ്യത്തിന്റെ അതിവേഗം വളരുന്ന സമ്പദ്വ്യവസ്ഥയിലും അന്താരാഷ്ട്ര വ്യാപാരത്തിലും ഇത് ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. നൽകിയിരിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് ദക്ഷിണ കൊറിയയിലെ പ്രബലമായ മതപരമായ നിലപാട് എന്താണ്? നിരീശ്വരവാദം. എന്നാൽ ചിലർ ബുദ്ധമതവും ക്രിസ്തുമതവും പിന്തുടരുന്നു. ദക്ഷിണ കൊറിയയിൽ കാര്യമായ ഒരു വിഭാഗം ആളുകൾ നിരീശ്വരവാദികളാണ്. എന്നിരുന്നാലും ബുദ്ധമതത്തിനും ക്രിസ്തുമതത്തിനും അവിടെ വലിയ തോതിലുള്ള അനുയായികളുണ്ട്. ഒഡീഷയിലെ പ്രധാന ഇരുമ്പയിര് ഉൽപ്പാദന മേഖലകളും ഖനികളും ഏതെല്ലാം? ഗുരുമഹിസാനി, സുലൈബാറ്റ്, ബദാംബഹാർ, മയൂർഭഞ്ച് ജില്ലയിൽ കിരിബുരു, ബാഗിയാബുരു, കിയോഞ്ചർ ജില്ലയിൽ വോണായി, സുന്ദർഗഡ് ജില്ലയിൽ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇരുമ്പയിര് ഉൽപ്പാദക സംസ്ഥാനങ്ങളിലൊന്നാണ് ഒഡീഷ. ഈ ഖനികൾ രാജ്യത്തിന്റെ ഉരുക്ക് വ്യവസായത്തിന് ആവശ്യമായ അസംസ്കൃത വസ്തുക്കൾ നൽകുന്നു.
ഈ പ്രദേശങ്ങളിലെ ഉയർന്ന ഗുണമേന്മയുള്ള ഇരുമ്പയിര് ആഗോള പ്രാധാന്യമുള്ളതാണ്. ഏത് സംസ്ഥാനത്താണ് ചിരിയയിൽ ഏറ്റവും വലിയ ഇരുമ്പയിര് ശേഖരം അടുത്തിടെ കണ്ടെത്തിയത്? ജാർഖണ്ഡ്. ജാർഖണ്ഡിലെ ചിരിയ ഖനി സിംഗ്ഭൂം ബെൽറ്റിൽ സ്ഥിതിചെയ്യുന്നു. ഇത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹെമറ്റൈറ്റ് ഇരുമ്പയിര് നിക്ഷേപങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നു. ഈ കണ്ടെത്തൽ രാജ്യത്തിന്റെ ഉരുക്ക് വ്യവസായത്തിന് വലിയ മുതൽക്കൂട്ടാണ്. നൽകിയിട്ടുള്ള വിവരങ്ങൾ അനുസരിച്ച് കണക്കാക്കിയ ഉൽപ്പാദന അളവിൽ ഇന്ത്യയിലെ ഏത് സംസ്ഥാനമാണ് ഇരുമ്പയിര് ഉൽപ്പാദനത്തിൽ മുന്നിൽ? ഒഡീഷ. ഇന്ത്യയിലെ മൊത്തം ഇരുമ്പയിര് ഉൽപ്പാദനത്തിന്റെ ഗണ്യമായ പങ്ക് ഒഡീഷ വഹിക്കുന്നു. സംസ്ഥാനത്തിലെ സുപ്രധാന ഖനികളായ ഗുരുമഹിസാനി, സുലൈബാദ് തുടങ്ങിയവ ഈ നേട്ടത്തിന് പ്രധാന കാരണങ്ങളാണ്. ഭൂമിയുടെ ഉപരിതലത്തിന്റെ ഏകദേശം എത്ര ശതമാനം വെള്ളത്താൽ മൂടപ്പെട്ടിരിക്കുന്നു? ഏകദേശം 71%. ഭൂമിയുടെ ഉപരിതലത്തിന്റെ ഏകദേശം 71% വെള്ളത്താൽ മൂടപ്പെട്ടിരിക്കുന്നു. ഇത് നമ്മുടെ ഗ്രഹത്തെ നീലഗ്രഹം അല്ലെങ്കിൽ ജലഗ്രഹം എന്നു വിശേഷിപ്പിക്കാൻ കാരണമാകുന്നു. ഈ ജലത്തിൽ സമുദ്രങ്ങൾ, കടലുകൾ, നദികൾ, തടാകങ്ങൾ, മഞ്ഞുപാളികൾ, ഭൂഗർഭജലം എന്നിവയെല്ലാം ഉൾപ്പെടുന്നു. ഈ വലിയ അളവിലുള്ള ജലമാണ് ഭൂമിയിലെ കാലാവസ്ഥയെയും ജീവന്റെ നിലനിൽപ്പിനെയും സ്വാധീനിക്കുന്നത്. ഭൂമിയിലെ ആകെ ജലമണ്ഡലത്തിൽ ഉപ്പുവെള്ളവും ശുദ്ധജലവും എങ്ങനെയാണ് വിതരണം ചെയ്യപ്പെട്ടിരിക്കുന്നത്? ഏകദേശം 97.5% ഉപ്പുവെള്ളവും 2.5% ശുദ്ധജലവുമാണ്. ഭൂമിയിലെ ആകെ ജലത്തിന്റെ ഭൂരിഭാഗവും ഏകദേശം 97.5% സമുദ്രങ്ങളിലും കടലുകളിലുമായി കാണപ്പെടുന്ന ഉപ്പുവെള്ളമാണ്. ശുദ്ധജലത്തിന്റെ അളവ് വെറും 2.5% മാത്രമാണ്. ഇതിൽ മഞ്ഞുപാളികൾ, ഭൂഗർഭജലം, നദികൾ, തടാകങ്ങൾ എന്നിവയെല്ലാം ഉൾപ്പെടുന്നു. ഈ ശുദ്ധജലത്തിന്റെ പരിമിതമായ ലഭ്യതയാണ് മനുഷ്യന്റെയും മറ്റ് ജീവികളുടെയും നിലനിൽപ്പിന് നിർണായകമാകുന്നത്. ഭൂമിയിലെ ശുദ്ധജലത്തിന്റെ ഭൂരിഭാഗവും ഏത് രൂപങ്ങളിലാണ് സംഭരിച്ചിരിക്കുന്നത്? ഏകദേശം 68.7% ആർട്ടിക്, അന്റാർട്ടിക് പ്രദേശങ്ങളിലെയും പർവ്വതങ്ങളിലെയും സ്ഥിരമായ മഞ്ഞും ഐസുമായി സംഭരിക്കപ്പെടുന്നു. അതേസമയം 29.9% ഭൂഗർഭജലമായി കാണപ്പെടുന്നു. ഭൂമിയിലെ ശുദ്ധജലത്തിന്റെ വലിയൊരു ഭാഗം ഏകദേശം 68.7% മഞ്ഞുമലകളിലും ധ്രുവപ്രദേശങ്ങളിലെ മഞ്ഞുപാളികളിലും ഐസായും സംഭരിക്കപ്പെട്ടിരിക്കുന്നു. ശേഷിക്കുന്ന ശുദ്ധജലത്തിന്റെ ഗണ്യമായ ഭാഗം ഏകദേശം 29.9% ഭൂഗർഭജലമായി ഗ്രൗണ്ട് വാട്ടർ, മണ്ണിന്റെയും പാറയുടെയും താഴെയായി കാണപ്പെടുന്നു. നദികളിലും തടാകങ്ങളിലുമുള്ള ശുദ്ധജലത്തിന്റെ അളവ് ഇതിലും വളരെ കുറവാണ്. മനുഷ്യന്റെ ഉപയോഗത്തിനായി എളുപ്പത്തിൽ ലഭ്യമായ ശുദ്ധജലത്തിന്റെ എത്ര ശതമാനമാണ്? ഏകദേശം 0.26% മാത്രം. ഭൂമിയിലെ ശുദ്ധജലത്തിന്റെ സിംഹഭാഗവും ധ്രുവപ്രദേശങ്ങളിലെ മഞ്ഞുമൂടിയും ഭൂഗർഭജലമായും കാണപ്പെടുന്നു. മനുഷ്യന് നേരിട്ട് ഉപയോഗിക്കാൻ എളുപ്പത്തിൽ ലഭ്യമായ നദികളിലും തടാകങ്ങളിലുമുള്ള ശുദ്ധജലത്തിന്റെ അളവ് വളരെ കുറവാണ്. ഏകദേശം 0.26% മാത്രമാണിത്. ഇത് ജലസംരക്ഷണത്തിന്റെ പ്രാധാന്യം എടുത്തുകാണിക്കുന്നു. ലോകത്തിലെ 5 പ്രധാന സമുദ്രങ്ങളുടെ പേര് നൽകുക. പസഫിക് സമുദ്രം, അറ്റ്ലാന്റിക് സമുദ്രം, ഇന്ത്യൻ സമുദ്രം, ആർട്ടിക് സമുദ്രം, ദക്ഷിണ സമുദ്രം. ലോകത്തിലെ ഏറ്റവും വലിയ ജലസ്രോതസ്സുകളാണ് ഈ 5 സമുദ്രങ്ങൾ. പസഫിക് സമുദ്രമാണ് ഏറ്റവും വലുതും ആഴമേറിയതും. ഭൂമിയുടെ കാലാവസ്ഥയെയും ആവാസവ്യവസ്ഥയെയും രൂപപ്പെടുത്തുന്നതിൽ ഇവയ്ക്ക് നിർണായക പങ്കുണ്ട്. പ്രധാനപ്പെട്ട 4 തരം പർവ്വതങ്ങൾ ഏതെല്ലാമാണ്? മടക്കുപർവ്വതങ്ങൾ, ബ്ലോക്ക് പർവ്വതങ്ങൾ, അഗ്നിപർവ്വതങ്ങൾ, അവശിഷ്ട, ശേഷിത പർവ്വതങ്ങൾ. ഭൂമിശാസ്ത്രപരമായി പർവ്വതങ്ങളെ അവയുടെ രൂപീകരണ രീതിയെ അടിസ്ഥാനമാക്കി പ്രധാനമായും 4 തരംതിരിച്ചിരിക്കുന്നു. ഭൂമിയുടെ ഫലകങ്ങളുടെ ചലനം, പ്ലേറ്റ് ടെക്ടോണിക്സ്, മടക്കുപർവ്വതങ്ങൾക്കും ഫോൾഡ് മൗണ്ടൻസ്, ബ്ലോക്ക് പർവ്വതങ്ങൾക്കും ബ്ലോക്ക് മൗണ്ടൻസ് കാരണമാകുന്നു. അതേസമയം അഗ്നിപർവ്വതങ്ങൾ, വോൾക്കാനിക് മൗണ്ടൻസ്, മാഗ്മയുടെ പുറന്തള്ളൽ വഴിയും അവശിഷ്ട പർവ്വതങ്ങൾ, റെസിഡ്യുവൽ മൗണ്ടൻസ്, കാലക്രമേണയുള്ള അപരദനം വഴിയും രൂപപ്പെടുന്നു. മടക്കുപർവ്വതങ്ങൾക്ക് ഉദാഹരണങ്ങളായ പർവ്വതനിരകൾ ഏവ? ഹിമാലയം, റോക്കീസ്, ആൻഡസ്, ആൽപ്സ്. മടക്കുപർവ്വതങ്ങൾ, ഫോൾഡ് മൗണ്ടൻസ്, ഭൂമിയുടെ പുറന്തോടിലെ ഫലകങ്ങൾ കൂട്ടിയിടിക്കുമ്പോൾ പാറക്കെട്ടുകൾ മടങ്ങി ഉയർന്ന് രൂപപ്പെടുന്നവയാണ്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതനിരകളിൽ പലതും, ഉദാഹരണത്തിന് ഏഷ്യയിലെ ഹിമാലയം, വടക്കേ അമേരിക്കയിലെ റോക്കീസ്,
തെക്കേ അമേരിക്കയിലെ ആൻഡസ്, യൂറോപ്പിലെ ആൽപ്സ് എന്നിവ ഈ വിഭാഗത്തിൽപ്പെടുന്നു. ഈ പർവ്വതനിരകൾ അവയുടെ വലുപ്പത്തിനും ഭൂമിശാസ്ത്രപരമായ പ്രാധാന്യത്തിനും പേരുകേട്ടവയാണ്. ബ്ലോക്ക് പർവ്വതങ്ങൾക്ക് ചില പ്രധാന ഉദാഹരണങ്ങൾ നൽകുക. ജർമ്മനിയിലെ ബ്ലാക്ക് ഫോറസ്റ്റ്, ഫ്രാൻസിലെ വോസസ്. ഭൂമിയുടെ പുറന്തോടിലുണ്ടാകുന്ന വലിയ വിള്ളലുകൾ, ഫോൾസ് കാരണം ഭൗമോപരിതലത്തിലെ വലിയ ബ്ലോക്കുകൾ താഴോട്ട് പോവുകയോ മുകളിലേക്ക് ഉയർത്തപ്പെടുകയോ ചെയ്യുമ്പോൾ രൂപപ്പെടുന്നവയാണ് ബ്ലോക്ക് പർവ്വതങ്ങൾ, ബ്ലോക്ക് മൗണ്ടൻസ്. ജർമ്മനിയിലെ ബ്ലാക്ക് ഫോറസ്റ്റ്, ഫ്രാൻസിലെ വോസസ് എന്നിവ ഇത്തരം പർവ്വതനിരകൾക്ക് ഉദാഹരണങ്ങളാണ്. ഈ പർവ്വതങ്ങൾക്ക് സാധാരണയായി കുത്തനെയുള്ള വശങ്ങളും പരന്ന മുകൾഭാഗങ്ങളും ഉണ്ടായിരിക്കും. അഗ്നിപർവ്വതങ്ങൾക്ക് ഉദാഹരണങ്ങൾ നൽകുക. മൗണ്ട് വെസൂവിയസ്, ഇറ്റലി. മൗണ്ട് ഫ്യൂജിയാമ, ജപ്പാൻ. മൗണ്ട് കൊട്ടോപാക്സി, തെക്കേ അമേരിക്ക. മൗണ്ട് ചിംബോറാസോ, തെക്കേ അമേരിക്ക. അഗ്നിപർവ്വതങ്ങൾ, വോൾക്കാനിക് മൗണ്ടൻസ്, മാഗ്മ, ചാരം, മറ്റ് അഗ്നിപർവ്വത വസ്തുക്കൾ എന്നിവ ഭൂമിയുടെ ഉപരിതലത്തിലേക്ക് പുറന്തള്ളുമ്പോൾ അടിഞ്ഞുകൂടി രൂപപ്പെടുന്നവയാണ്. ഇറ്റലിയിലെ വെസൂവിയസ്, ജപ്പാനിലെ ഫ്യൂജി, തെക്കേ അമേരിക്കയിലെ കൊട്ടോപാക്സി, ചിംബോറാസോ എന്നിവ ലോകത്തിലെ പ്രധാന അഗ്നിപർവ്വതങ്ങളിൽ ചിലതാണ്. ഇവയിൽ പലതും സജീവമായതോ അല്ലെങ്കിൽ പ്രവർത്തനരഹിതമായതോ ആയ അഗ്നിപർവ്വതങ്ങളാണ്. ഇന്ത്യയിലെ ഏത് പർവ്വതനിരകളെയാണ് അവശിഷ്ട പർവ്വതങ്ങളായി തരംതിരിച്ചിരിക്കുന്നത്? ആരവല്ലി നിരകളും പശ്ചിമഘട്ടവും. അവശിഷ്ട പർവ്വതങ്ങൾ, റിസിഡ്യുവൽ, റെലക്ട് മൗണ്ടൻസ്, ദശലക്ഷക്കണക്കിനു വർഷങ്ങളായി അപരദനം, ഇറോഷൻ കാരണം രൂപപ്പെട്ടവയാണ്. ഒരു കാലത്ത് വലിയ പർവ്വതങ്ങളായിരുന്ന ഇവയുടെ അവശിഷ്ടങ്ങളാണ് ഇന്ന് കാണുന്ന ഈ പർവ്വതനിരകൾ. ഇന്ത്യയിലെ ആരവല്ലി നിരകളും പശ്ചിമഘട്ടവും ഈ വിഭാഗത്തിൽപ്പെടുന്നു. ഇവ പ്രാചീനകാലത്തെ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകളുടെ തെളിവുകളാണ്. സാംബിയയുടെ മുൻപേര് എന്തായിരുന്നു? നോർത്തേൺ റോഡേഷ്യ. സാംബിയ മധ്യ ആഫ്രിക്കയിലെ ഒരു കരബന്ധിത രാജ്യമാണ്. ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണത്തിൻ കീഴിൽ ഇത് നോർത്തേൺ റോഡേഷ്യ എന്നറിയപ്പെട്ടിരുന്നു. 1964 സ്വാതന്ത്ര്യം നേടിയ ശേഷമാണ് സാംബിയ എന്ന പേര് സ്വീകരിച്ചത്. ന്യാസാലാൻഡ് എന്നു മുൻപ് അറിയപ്പെട്ടിരുന്ന ആധുനിക രാജ്യം ഏതാണ്? മലാവി. ആഫ്രിക്കയുടെ തെക്കുകിഴക്കൻ ഭാഗത്തുള്ള ഒരു രാജ്യമാണ് മലാവി. 1964 ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് സ്വാതന്ത്ര്യം നേടുന്നതുവരെ ഇത് ന്യാസാലാൻഡ് എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത്. ട്രിപ്പോളി നഗരത്തിന്റെ പുരാതന റോമൻ പേര് എന്തായിരുന്നു? ഓയ ഇയ. ലിബിയയുടെ തലസ്ഥാനമായ ട്രിപ്പോളി മെഡിറ്ററേനിയൻ കടൽത്തീരത്ത് സ്ഥിതി ചെയ്യുന്നു. പുരാതന റോമൻ കാലഘട്ടത്തിൽ ഈ നഗരം ഓയ ഇയ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. ചൈനീസ് തലസ്ഥാനമായ ബെയ്ജിംഗിന്റെ ചരിത്രപരമായ പേര് എന്തായിരുന്നു? പീക്കിംഗ്. ചൈനയുടെ തലസ്ഥാനമായ ബെയ്ജിംഗ് ദീർഘകാലം പീക്കിംഗ് എന്ന പേരിലാണ് പാശ്ചാത്യ ലോകത്ത് അറിയപ്പെട്ടിരുന്നത്. 1979 പെനിയൻ റോമനൈസേഷൻ സമ്പ്രദായം സ്വീകരിച്ചതോടെയാണ് ബെയ്ജിംഗ് എന്ന പേര് പ്രചാരത്തിലായത്. ചരിത്രപരമായി പേർഷ്യ എന്നറിയപ്പെട്ടിരുന്ന രാജ്യം ഏതാണ്? ഇറാൻ. മിഡിൽ ഈസ്റ്റിലെ ഒരു രാജ്യമാണ് ഇറാൻ. പുരാതന കാലം മുതൽ 1935 വരെ പേർഷ്യ എന്ന പേരിലാണ് ഇത് അറിയപ്പെട്ടിരുന്നത്. പേർഷ്യൻ സാമ്രാജ്യം ലോകത്തിലെ ഏറ്റവും വലിയ സാമ്രാജ്യങ്ങളിൽ ഒന്നായിരുന്നു. മ്യാൻമറിലെ ഏറ്റവും വലിയ നഗരമായ യാംഗോണിന്റെ പഴയ പേര് എന്തായിരുന്നു? റംഗൂൺ. മ്യാൻമറിന്റെ മുൻ തലസ്ഥാനമായ റംഗൂൺ 1989 യാംഗോൺ എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ടു. മ്യാൻമറിലെ ഏറ്റവും വലിയ നഗരമായ ഇത് രാജ്യത്തിന്റെ പ്രധാന വാണിജ്യ കേന്ദ്രമായി ഇപ്പോഴും നിലകൊള്ളുന്നു. തെക്കൻ ആഫ്രിക്കൻ രാജ്യമായ സിംബാബ്വെ മുൻപ് ഏതു പേരിലായിരുന്നു അറിയപ്പെട്ടിരുന്നത്? റോഡേഷ്യ. തെക്കൻ ആഫ്രിക്കൻ രാജ്യമായ സിംബാബ്വെ 1965 മുതൽ 1979 വരെ റോഡേഷ്യ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. 1980 ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയ ശേഷം ഈ രാജ്യം സിംബാബ്വെ എന്ന പേര് സ്വീകരിച്ചു. വിയറ്റ്നാമിലെ ഹോ ചി മിൻ നഗരത്തിന്റെ പഴയ പേര് എന്തായിരുന്നു? സൈഗോൺ. വിയറ്റ്നാമിലെ ഏറ്റവും വലിയ നഗരമാണ് ഹോ ചി മിൻ സിറ്റി. 1975 സൈഗോൺ കമ്മ്യൂണിസ്റ്റ് നിയന്ത്രണത്തിലായതിനു ശേഷം ഹോ ചി മിൻ നഗരം എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ടു.
സിംബാബ്വേയുടെ തലസ്ഥാനമായ ഹരാരെയുടെ പഴയ പേര് എന്തായിരുന്നു? സാലിസ്ബറി. സിംബാബ്വേയുടെ തലസ്ഥാനമായ ഹരാരെ 1982-ൽ പുനർനാമകരണം ചെയ്യുന്നതുവരെ സാലിസ്ബറി എന്ന പേരിലായിരുന്നു അറിയപ്പെട്ടിരുന്നത്. രാജ്യത്തിന്റെ സ്വാതന്ത്ര്യസമരത്തെയും കോളനിവൽക്കരണത്തിൽ നിന്നുള്ള വിടുതലിനെയും ഈ പേര് മാറ്റം അടയാളപ്പെടുത്തുന്നു. ഹവായിയൻ ദ്വീപുകൾ മുൻപ് യൂറോപ്യന്മാർക്ക് ഏതു പേരിലായിരുന്നു അറിയപ്പെട്ടിരുന്നത്? സാൻഡ്വിച്ച് ദ്വീപുകൾ. ഹവായിയൻ ദ്വീപുകൾ 1778-ൽ ക്യാപ്റ്റൻ ജെയിംസ് കുക്ക് യൂറോപ്പിൽ പരിചയപ്പെടുത്തിയപ്പോൾ അദ്ദേഹത്തിന്റെ രക്ഷാധികാരിയായ എയർൽ ഓഫ് സാൻഡ്വിച്ചിന്റെ പേരിൽ സാൻഡ്വിച്ച് ദ്വീപുകൾ എന്ന് പേരിട്ടു. പിന്നീട് 1800-കളുടെ മധ്യത്തോടെ ഹവായ് എന്ന പേര് കൂടുതൽ പ്രചാരത്തിലായി. തെക്കുകിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിൽ ഏതാണ് ചരിത്രപരമായി സിയാം എന്നറിയപ്പെട്ടിരുന്നത്? തായ്ലൻഡ്. തായ്ലൻഡ് 1939 വരെ സിയാം എന്ന പേരിലായിരുന്നു അറിയപ്പെട്ടിരുന്നത്. 1946-ൽ സിയാം എന്ന് പേര് മാറ്റിയിരുന്നുവെങ്കിലും 1949-ൽ വീണ്ടും തായ്ലൻഡ് എന്ന് പുനർനാമകരണം ചെയ്തു. തായ് എന്ന വാക്കിന് സ്വാതന്ത്ര്യം എന്ന അർത്ഥമുണ്ട്. ഏത് ആഫ്രിക്കൻ രാജ്യമാണ് മുൻപ് തെക്ക് പടിഞ്ഞാറൻ ആഫ്രിക്ക എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത്? നമീബിയ. നമീബിയ 1990-ൽ ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് സ്വാതന്ത്ര്യം നേടുന്നതുവരെ തെക്ക് പടിഞ്ഞാറൻ ആഫ്രിക്ക എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. ദക്ഷിണാഫ്രിക്കൻ നിയന്ത്രണത്തിലായിരുന്ന ഈ പ്രദേശം ഒരു ലീഗ് ഓഫ് നേഷൻസ് മാൻഡേറ്റിന് കീഴിലായിരുന്നു. ഏത് പടിഞ്ഞാറൻ ആഫ്രിക്കൻ രാജ്യമാണ് മുൻപ് സ്പാനിഷ് ഗിനിയ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത്? ഇക്വറ്റോറിയൽ ഗിനിയ. ഇക്വറ്റോറിയൽ ഗിനിയ സ്പെയിനിന്റെ ഒരു കോളനിയായിരുന്നതിനാൽ സ്പാനിഷ് ഗിനിയ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. 1968-ൽ സ്പെയിനിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയ ശേഷം ഈ രാജ്യം ഇക്വറ്റോറിയൽ ഗിനിയ എന്ന പേര് സ്വീകരിച്ചു. റഷ്യൻ നഗരമായ വോൾഗോഗ്രാഡിന്റെ പഴയ പേര് എന്തായിരുന്നു? സ്റ്റാലിൻഗ്രാഡ്. വോൾഗോഗ്രാഡ് 1925 മുതൽ 1961 വരെ സോവിയറ്റ് യൂണിയന്റെ നേതാവായ ജോസഫ് സ്റ്റാലിന്റെ പേരിൽ സ്റ്റാലിൻഗ്രാഡ് എന്നറിയപ്പെട്ടു. രണ്ടാം ലോകമഹായുദ്ധത്തിലെ സ്റ്റാലിൻഗ്രാഡ് യുദ്ധത്തിന് ഈ നഗരം പ്രസിദ്ധമാണ്. ആധുനിക കിഴക്കൻ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ഏതാണ് ടാൻഗനിക്കയുടെയും സാൻസിബാറിന്റെയും ലയനത്തിലൂടെ രൂപപ്പെട്ടത്? ടാൻസാനിയ. 1964-ൽ ടാൻഗനിക്കയും സാൻസിബാറും ലയിച്ചാണ് ടാൻസാനിയ എന്ന രാജ്യം രൂപപ്പെട്ടത്. ഈ ലയനം ഇരു രാജ്യങ്ങൾക്കും രാഷ്ട്രീയ സ്ഥിരതയും സാമ്പത്തിക വികസനവും ഉറപ്പാക്കാൻ സഹായിച്ചു. രാജ്യത്തിന്റെ പേര് ഈ രണ്ട് പ്രദേശങ്ങളെയും സൂചിപ്പിക്കുന്നു: ടാൻഗനീക്ക, സാൻസിബാർ. ബംഗാളിലെ അവസാന ഗവർണർ ജനറലും ഇന്ത്യയിലെ ആദ്യ ഗവർണർ ജനറലും ആരായിരുന്നു? ലോർഡ് വില്യം ബെന്റിംഗ്. 1833-ലെ ചാർട്ടർ ആക്ട് പ്രകാരം ബംഗാൾ ഗവർണർ ജനറൽ എന്ന പദവി ഇന്ത്യയുടെ ഗവർണർ ജനറൽ എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ടു. ഈ മാറ്റത്തോടെ ബംഗാളിന്റെ അവസാന ഗവർണർ ജനറലായിരുന്ന ലോർഡ് വില്യം ബെന്റിംഗ് ഇന്ത്യയുടെ ആദ്യത്തെ ഗവർണർ ജനറലായി. സതീ നിരോധനം, ശിശുഹത്യ നിർത്തലാക്കൽ തുടങ്ങിയ നിരവധി സാമൂഹിക പരിഷ്കാരങ്ങൾക്ക് അദ്ദേഹം നേതൃത്വം നൽകി. 1828 മാർച്ച് മുതൽ ജൂലൈ വരെ ഇന്ത്യയുടെ താൽക്കാലിക ഗവർണർ ജനറലായി സേവനമനുഷ്ഠിച്ചത് ആരായിരുന്നു? വില്യം ബട്ടർവർത്ത് ബെയ്ലി. ലോർഡ് ആംഹേഴ്സ്റ്റിന് ശേഷം 1828 മാർച്ചിൽ വില്യം ബട്ടർവർത്ത് ബെയ്ലി കുറച്ചുകാലം ഇന്ത്യയുടെ താൽക്കാലിക ഗവർണർ ജനറലായി സേവനമനുഷ്ഠിച്ചു. അദ്ദേഹത്തിന് ശേഷം ലോർഡ് വില്യം ബെന്റിംഗ് സ്ഥിരം ഗവർണർ ജനറലായി ചുമതലയേറ്റു. കർശനമായ പത്രനിയമങ്ങൾ റദ്ദാക്കിയതിലൂടെ ഇന്ത്യൻ പ്രസിന്റെ വിമോചകൻ എന്നറിയപ്പെട്ടത് ആരായിരുന്നു? സർ ചാൾസ് മെറ്റ്കാഫ്. 1835-ൽ സർ ചാൾസ് മെറ്റ്കാഫ് താൽക്കാലിക ഗവർണർ ജനറലായിരിക്കുമ്പോൾ ലൈസൻസിംഗ് റെഗുലേഷൻ 1823 റദ്ദാക്കി. ഇത് ഇന്ത്യൻ പത്രങ്ങൾക്ക് കൂടുതൽ സ്വാതന്ത്ര്യം നൽകി. അതിനാൽ അദ്ദേഹത്തെ ഇന്ത്യൻ പ്രസിന്റെ വിമോചകൻ എന്ന് വിശേഷിപ്പിക്കുന്നു. ഏത് ഗവർണർ ജനറലിന്റെ ഭരണകാലമാണ് 1836 മുതൽ 1842 വരെ പ്രധാനമായും ഒന്നാം ആംഗ്ലോ അഫ്ഗാൻ യുദ്ധവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്? ലോർഡ് ഓക്ലാൻഡ്. ലോർഡ് ഓക്ലാൻഡിന്റെ ഭരണകാലത്താണ് 1836 മുതൽ 1842 വരെ ഒന്നാം ആംഗ്ലോ അഫ്ഗാൻ യുദ്ധം 1839 മുതൽ 1842 വരെ നടന്നത്. ബ്രിട്ടീഷ് സൈന്യത്തിന് കനത്ത നഷ്ടങ്ങളുണ്ടായ ഒരു ദുരന്തപൂർണമായ യുദ്ധമായിരുന്നു ഇത്.
ബ്രിട്ടീഷ് ഇന്ത്യയുടെ വിദേശനയത്തിലെ ഒരു പ്രധാന നാഴികക്കല്ലായി ഈ യുദ്ധം അടയാളപ്പെടുത്തുന്നു. ഒന്നാം ആംഗ്ലോ സിഖ് യുദ്ധകാലത്ത് 1845 മുതൽ 1846 വരെ ആരായിരുന്നു ഇന്ത്യയുടെ ഗവർണർ ജനറൽ? സർ ഹെൻറി ഹാർഡിംഗ്. ഒന്നാം ആംഗ്ലോ സിഖ് യുദ്ധം നടന്നത് 1845 മുതൽ 1846 വരെ കാലഘട്ടത്തിലാണ്. ഈ സമയത്ത് ഇന്ത്യയുടെ ഗവർണർ ജനറൽ സർ ഹെൻറി ഹാർഡിംഗ് ആയിരുന്നു. ഈ യുദ്ധം സിഖ് സാമ്രാജ്യവും ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യാ കമ്പനിയും തമ്മിൽ നടന്ന പ്രധാനപ്പെട്ട സംഘർഷങ്ങളിൽ ഒന്നാണ്. ഇന്ത്യയുടെ തേയില നഗരം എന്നറിയപ്പെടുന്ന നഗരം ഏതാണ്? ദിബ്രുഗഡ്, അസം. അസമിലെ ദിബ്രുഗഡ് ഇന്ത്യയിലെ തേയില വ്യവസായത്തിന്റെ കേന്ദ്രങ്ങളിലൊന്നാണ്. ബ്രഹ്മപുത്ര നദിക്കരയിലുള്ള ഈ നഗരം നിരവധി തേയിലത്തോട്ടങ്ങളാൽ ചുറ്റപ്പെട്ടതാണ്. ഇന്ത്യയുടെ മൊത്തം തേയില ഉൽപ്പാദനത്തിൽ ഗണ്യമായ സംഭാവന നൽകുന്ന ഒരു പ്രദേശമാണിത്. ഇന്ത്യയുടെ റൂർ എന്നറിയപ്പെടുന്ന നഗരം ഏതാണ്? ദുർഗാപൂർ, പശ്ചിമ ബംഗാൾ. പശ്ചിമ ബംഗാളിലെ ദുർഗാപൂർ ഇന്ത്യയുടെ വ്യാവസായിക തലസ്ഥാനങ്ങളിൽ ഒന്നാണ്. ജർമ്മനിയിലെ വ്യാവസായിക മേഖലയായ റൂറിനോട് സാമ്യമുള്ളതിനാൽ ഈ പേരിൽ അറിയപ്പെടുന്നു. ഇരുമ്പ്, ഉരുക്ക് വ്യവസായങ്ങൾക്കും കൽക്കരി ഖനനത്തിനും ഈ നഗരം പ്രസിദ്ധമാണ്. വടക്കുകിഴക്കൻ ഇന്ത്യയുടെ കവാടം എന്നറിയപ്പെടുന്ന നഗരം ഏതാണ്? ഗുവാഹത്തി, അസം. അസമിലെ ഗുവാഹത്തി വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലേക്കുള്ള പ്രവേശന കവാടമായി കണക്കാക്കപ്പെടുന്നു. ബ്രഹ്മപുത്ര നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഈ നഗരം മേഖലയിലെ ഏറ്റവും വലിയ നഗരവും പ്രധാന വാണിജ്യ, വിദ്യാഭ്യാസ കേന്ദ്രവുമാണ്. കിഴക്കിന്റെ സ്വിറ്റ്സർലൻഡ് എന്നറിയപ്പെടുന്ന മലയോര പട്ടണം ഏതാണ്? ഹാഫ്ലോങ്, അസം. അസമിലെ ഏക മലയോര പട്ടണമായ ഹാഫ്ലോങ് അതിന്റെ മനോഹരമായ പ്രകൃതി സൗന്ദര്യവും തണുത്ത കാലാവസ്ഥയും കാരണം കിഴക്കിന്റെ സ്വിറ്റ്സർലൻഡ് എന്നറിയപ്പെടുന്നു. താഴ്വരകളും മലകളും തടാകങ്ങളും ഈ സ്ഥലത്തിന് ഒരു പ്രത്യേക ഭംഗി നൽകുന്നു. മുത്തുകളുടെ നഗരം എന്നറിയപ്പെടുന്ന നഗരം ഏതാണ്? ഹൈദരാബാദ്, തെലങ്കാന. തെലങ്കാനയിലെ ഹൈദരാബാദ് നൂറ്റാണ്ടുകളായി മുത്തുകൾക്കും ആഭരണങ്ങൾക്കും പേരുകേട്ടതാണ്. പണ്ട് മുത്തുവ്യാപാരത്തിന്റെ പ്രധാന കേന്ദ്രമായിരുന്ന ഈ നഗരം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള മുത്തുകൾ ഇവിടെയെത്തിച്ച് വിൽക്കുകയും സംസ്കരിക്കുകയും ചെയ്തിരുന്നു. പിങ്ക് നഗരം എന്നറിയപ്പെടുന്ന നഗരം ഏതാണ്? ജയ്പൂർ, രാജസ്ഥാൻ. രാജസ്ഥാനിലെ തലസ്ഥാനമായ ജയ്പൂർ 1876-ൽ വെയിൽസ് രാജകുമാരന്റെ പിന്നീട് എഡ്വേർഡ് ഏഴാമൻ സന്ദർശനത്തോടനുബന്ധിച്ച് നഗരത്തിലെ കെട്ടിടങ്ങൾക്ക് പിങ്ക് നിറം നൽകിയതിൽ നിന്നാണ് പിങ്ക് നഗരം എന്ന പേര് ലഭിച്ചത്. ഇത് ഇന്നും നഗരത്തിന്റെ ഒരു പ്രധാന സവിശേഷതയാണ്. ഇന്ത്യയുടെ സുവർണ നഗരം എന്നറിയപ്പെടുന്ന നഗരം ഏതാണ്? ജയ്സാൽമീർ, രാജസ്ഥാൻ. രാജസ്ഥാനിലെ ജയ്സാൽമീർ മഞ്ഞ മണൽക്കല്ലുകൾ ഉപയോഗിച്ച് നിർമ്മിച്ച കോട്ടകൾക്കും കെട്ടിടങ്ങൾക്കും പേരുകേട്ടതാണ്. സൂര്യപ്രകാശത്തിൽ ഈ മണൽക്കല്ലുകൾക്ക് സുവർണ നിറം ലഭിക്കുന്നതിനാലാണ് ഇതിനെ സുവർണ നഗരം എന്ന് വിളിക്കുന്നത്. താർ മരുഭൂമിയിലെ ഒരു പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമാണിത്. ഇന്ത്യയുടെ സ്റ്റീൽ നഗരം അഥവാ ഇന്ത്യയുടെ പിറ്റ്സ്ബർഗ് എന്നറിയപ്പെടുന്ന നഗരം ഏതാണ്? ജംഷഡ്പൂർ, ജാർഖണ്ഡ്. ജംഷഡ്പൂർ ജാർഖണ്ഡിലെ ഒരു പ്രധാന വ്യാവസായിക നഗരമാണ്. ടാറ്റ സ്റ്റീലിന്റെ ആസ്ഥാനമായ ഈ നഗരം ഇന്ത്യയുടെ വ്യാവസായിക വളർച്ചയിൽ നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട്. അമേരിക്കയിലെ പിറ്റ്സ്ബർഗ് നഗരവുമായി ഇതിന് സാമ്യമുള്ളതിനാൽ ഇന്ത്യയുടെ പിറ്റ്സ്ബർഗ് എന്നും ഇത് അറിയപ്പെടുന്നു. ഇന്ത്യയുടെ പെർഫ്യൂം തലസ്ഥാനം എന്നറിയപ്പെടുന്ന നഗരം ഏതാണ്? കനൌജ്, ഉത്തർപ്രദേശ്. ഉത്തർപ്രദേശിലെ കനൌജ് നഗരം അതിന്റെ പരമ്പരാഗത സുഗന്ധദ്രവ്യ നിർമ്മാണത്തിന് പ്രശസ്തമാണ്. നൂറ്റാണ്ടുകളായി ഇത്തർ എന്നറിയപ്പെടുന്ന തനതായ സുഗന്ധദ്രവ്യങ്ങൾ ഇവിടെ ഉത്പാദിപ്പിക്കുന്നു. അതിനാൽ ഈ നഗരം ഇന്ത്യയുടെ പെർഫ്യൂം തലസ്ഥാനം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നു. തറികളുടെയും തെയ്യങ്ങളുടെയും നാട് എന്നറിയപ്പെടുന്ന നഗരം ഏതാണ്? കണ്ണൂർ, കേരളം. കേരളത്തിലെ കണ്ണൂർ ജില്ല തനതായ കൈത്തറി വ്യവസായത്തിനും തെയ്യം പോലുള്ള അനുഷ്ഠാന കലാരൂപങ്ങൾക്കും പ്രസിദ്ധമാണ്. ഇവിടുത്തെ തറികളും തെയ്യങ്ങളും ജില്ലയുടെ സാംസ്കാരിക പൈതൃകത്തെ അടയാളപ്പെടുത്തുന്നു. അതുകൊണ്ടാണ് കണ്ണൂർ തറികളുടെയും തെയ്യങ്ങളുടെയും നാട് എന്നറിയപ്പെടുന്നത്. ലോകത്തിന്റെ തുകൽ നഗരം അഥവാ കിഴക്കിന്റെ മാഞ്ചസ്റ്റർ എന്നറിയപ്പെടുന്ന നഗരം ഏതാണ്? കാൺപൂർ, ഉത്തർപ്രദേശ്. ഉത്തർപ്രദേശിലെ കാൺപൂർ നഗരം ഇന്ത്യയിലെ ഏറ്റവും വലിയ തുകൽ ഉൽപ്പാദന കേന്ദ്രങ്ങളിൽ ഒന്നാണ്.
ബ്രിട്ടീഷ് ഭരണകാലത്ത് ഒരു പ്രധാന വ്യാവസായിക കേന്ദ്രമായിരുന്നതിനാൽ ടെക്സ്റ്റൈൽ വ്യവസായത്തിലും ശ്രദ്ധേയമായിരുന്നു. അതിനാൽ ഇത് ലോകത്തിന്റെ തുകൽ നഗരം എന്നും കിഴക്കിന്റെ മാഞ്ചസ്റ്റർ എന്നും അറിയപ്പെടുന്നു. അറബിക്കടലിന്റെ റാണി എന്നറിയപ്പെടുന്ന നഗരം ഏതാണ്? കൊച്ചി, കേരളം. കേരളത്തിലെ കൊച്ചി നഗരം അതിന്റെ പ്രകൃതിരമണീയമായ തുറമുഖത്തിനും സമുദ്രവ്യാപാര ചരിത്രത്തിനും പേരുകേട്ടതാണ്. നൂറ്റാണ്ടുകളായി ഒരു പ്രധാന വ്യാപാര കേന്ദ്രമായിരുന്ന കൊച്ചിക്ക് അറബിക്കടലിന്റെ റാണി എന്ന വിശേഷണം ലഭിച്ചു. ഈ നഗരം കേരളത്തിന്റെ വ്യാവസായിക തലസ്ഥാനമായും കണക്കാക്കപ്പെടുന്നു. ഗുസ്തിക്കാരുടെ നഗരം എന്നറിയപ്പെടുന്നത് ഏത് നഗരമാണ്? കോലാപ്പൂർ, മഹാരാഷ്ട്ര. മഹാരാഷ്ട്രയിലെ കോലാപ്പൂർ നഗരം ഗുസ്തിയുടെയും മറ്റു പരമ്പരാഗത കായിക വിനോദങ്ങളുടെയും ഒരു പ്രധാന കേന്ദ്രമാണ്. ഇവിടെയുള്ള താലിം അഥവാ ഗുസ്തി പരിശീലന കേന്ദ്രങ്ങൾ നൂറ്റാണ്ടുകളായി ഗുസ്തിക്കാരെ വളർത്തിയെടുത്തിട്ടുണ്ട്. അതിനാൽ ഇത് ഗുസ്തിക്കാരുടെ നഗരം എന്നറിയപ്പെടുന്നു. ആനന്ദത്തിന്റെ നഗരം, സിറ്റി ഓഫ് ജോയ് എന്നറിയപ്പെടുന്നത് ഏത് നഗരമാണ്? കൊൽക്കത്ത, പശ്ചിമ ബംഗാൾ. പശ്ചിമ ബംഗാളിലെ കൊൽക്കത്ത നഗരം അതിന്റെ സമ്പന്നമായ സാംസ്കാരിക പാരമ്പര്യത്തിനും കലാപരമായ രംഗങ്ങൾക്കും പ്രശസ്തമാണ്. ഡൊമിനിക് ലാബിയർ എഴുതിയ സിറ്റി ഓഫ് ജോയ് എന്ന നോവലിലൂടെ ഈ വിശേഷണം ലോകമെമ്പാടും പ്രചരിച്ചു. ഇത് ഇന്ത്യയുടെ സാംസ്കാരിക തലസ്ഥാനമായും കണക്കാക്കപ്പെടുന്നു. അക്ഷരനഗരി, റബ്ബർ നഗരി അല്ലെങ്കിൽ ചുവർ ചിത്രങ്ങളുടെ നഗരം എന്നറിയപ്പെടുന്നത് ഏതാണ്? കോട്ടയം, കേരളം. കേരളത്തിലെ കോട്ടയം നഗരം സാഹിത്യത്തിലും അച്ചടി മേഖലയിലും ശ്രദ്ധേയമായ പങ്ക് വഹിച്ചിട്ടുണ്ട്. അതിനാൽ അക്ഷരനഗരി എന്നറിയപ്പെടുന്നു. റബ്ബർ കൃഷിക്ക് പ്രാധാന്യമുള്ളതിനാൽ റബ്ബർ നഗരി എന്നും നിരവധി മനോഹരമായ ചുവർ ചിത്രങ്ങളുള്ള ക്ഷേത്രങ്ങൾ ഇവിടെയുള്ളതുകൊണ്ട് ചുവർ ചിത്രങ്ങളുടെ നഗരം എന്നും ഇത് വിശേഷിപ്പിക്കപ്പെടുന്നു. അറബിക്കടലിന്റെ രാജകുമാരൻ അഥവാ ലോകത്തിന്റെ കശുവണ്ടി തലസ്ഥാനം എന്നറിയപ്പെടുന്നത് ഏത് നഗരമാണ്? കൊല്ലം, കേരളം. കേരളത്തിലെ കൊല്ലം നഗരം ഒരു പുരാതന തുറമുഖ നഗരമാണ്. ഇത് കശുവണ്ടി വ്യവസായത്തിന് ലോകപ്രശസ്തമാണ്. ചരിത്രപരമായി വ്യാപാര ബന്ധങ്ങൾക്ക് പേരുകേട്ട ഈ നഗരം അറബിക്കടലിന്റെ രാജകുമാരൻ എന്നും ലോകത്തിന്റെ കശുവണ്ടി തലസ്ഥാനം എന്നും അറിയപ്പെടുന്നു. ഫിലിപ്പ് രണ്ടാമൻ തന്റെ മകൻ അലക്സാണ്ടറിനെ പഠിപ്പിക്കുന്നതിനായി അരിസ്റ്റോട്ടിലിനെ എന്ന് നിയമിച്ചു. BCE 337 BCE 337 മാസിഡോണിയയിലെ ഫിലിപ്പ് രണ്ടാമൻ രാജാവ് മഹാനായ തത്വചിന്തകൻ അരിസ്റ്റോട്ടിലിനെ തന്റെ മകൻ അലക്സാണ്ടറിന്റെ ട്യൂട്ടറായി നിയമിച്ചു. അലക്സാണ്ടറിന്റെ ബുദ്ധിപരമായ വളർച്ചയെയും നേതൃത്വപരമായ കഴിവുകളെയും ഈ ബന്ധം വളരെ സ്വാധീനിച്ചു. ഫിലിപ്പ് രണ്ടാമൻ എന്ന് കൊല്ലപ്പെട്ടു. ഇത് അലക്സാണ്ടർ രാജാവാകുന്നതിലേക്ക് നയിച്ചു. BCE 336 BCE 336 ഫിലിപ്പ് രണ്ടാമൻ രാജാവ് കൊല്ലപ്പെട്ടതിനെ തുടർന്ന് അദ്ദേഹത്തിന്റെ മകൻ അലക്സാണ്ടർ മാസിഡോണിയയുടെ രാജാവായി. ഇത് മഹാനായ അലക്സാണ്ടറിന്റെ സൈനിക മുന്നേറ്റങ്ങൾക്കും ഗ്രീക്ക് സാമ്രാജ്യത്തിന്റെ വികാസത്തിനും വഴിതുറന്നു. മഹാനായ അലക്സാണ്ടർ പേർഷ്യയിലെ ദാരിയസ് മൂന്നാമനെ ഗൗഗമേല യുദ്ധത്തിൽ എന്ന് പരാജയപ്പെടുത്തി. BCE 331 BCE 331 നടന്ന ഗൗഗമേല യുദ്ധം മഹാനായ അലക്സാണ്ടറിന്റെ ഏറ്റവും നിർണായകമായ വിജയങ്ങളിൽ ഒന്നായിരുന്നു. ഈ യുദ്ധത്തിൽ ദാരിയസ് മൂന്നാമന്റെ നേതൃത്വത്തിലുള്ള പേർഷ്യൻ സൈന്യത്തെ അലക്സാണ്ടർ പരാജയപ്പെടുത്തുകയും പേർഷ്യൻ സാമ്രാജ്യത്തിന്റെ തകർച്ചയ്ക്ക് കാരണമാവുകയും ചെയ്തു. മഹാനായ അലക്സാണ്ടർ ഇന്ത്യൻ രാജാവായ പോറസിനെ ഹൈഡാസ്പസ് നദി യുദ്ധത്തിൽ എന്ന് പരാജയപ്പെടുത്തി. BCE 326 BCE 326 ഇന്നത്തെ പാകിസ്ഥാനിലെ ജലം നദീതീരത്ത് നടന്ന ഹൈഡാസ്പസ് യുദ്ധത്തിൽ മഹാനായ അലക്സാണ്ടർ ഇന്ത്യൻ രാജാവായ പോറസിനെ പരാജയപ്പെടുത്തി. ഈ യുദ്ധത്തിൽ പോറസ് തന്റെ സൈന്യത്തിലെ ആനകളെ ഉപയോഗിച്ച് ശക്തമായ ചെറുത്തുനിൽപ്പ് നടത്തിയിരുന്നു. ഇത് അലക്സാണ്ടറിന് വലിയ വെല്ലുവിളിയായിരുന്നു. മഹാനായ അലക്സാണ്ടർ എപ്പോൾ എവിടെ വെച്ച് മരിച്ചു? BCE 323 ബാബിലോണിൽ വെച്ച്. BCE 323 പേർഷ്യയിലെ ബാബിലോണിൽ വെച്ച് മഹാനായ അലക്സാണ്ടർ മരിച്ചു. അദ്ദേഹത്തിന്റെ മരണം ഒരു വലിയ സാമ്രാജ്യത്തിന്റെ അന്ത്യത്തിന് വഴിവെക്കുകയും അദ്ദേഹത്തിന്റെ ജനറൽമാർക്കിടയിൽ അധികാര പോരാട്ടങ്ങൾക്ക് കാരണമാവുകയും ചെയ്തു. ചോലുലയിലെ മഹാപിരമിഡ് ഏകദേശം എപ്പോഴാണ് നിർമ്മിക്കപ്പെട്ടത്? BC 300
ചോലുലയിലെ മഹാപിരമിഡ് മെക്സിക്കോയിലെ പ്യൂബ്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു വലിയ പുരാതന കെട്ടിടമാണ്. ഇത് ലോകത്തിലെ ഏറ്റവും വലിയ പിരമിഡുകളിലൊന്നായി കണക്കാക്കപ്പെടുന്നു. BC 300 ഓടെയാണ് ഇതിന്റെ നിർമ്മാണം ആരംഭിച്ചതെന്ന് കരുതപ്പെടുന്നു. മെസോഅമേരിക്കൻ സംസ്കാരത്തിന്റെ ഒരു പ്രധാന വാസ്തുവിദ്യാ വിസ്മയമാണിത്. ക്വീൻ ഷി ഹുവാങ് ചൈനയെ ഏകീകരിച്ച് സാമ്രാജ്യത്വ ഭരണം ആരംഭിച്ചത് എപ്പോഴാണ്? BC 221-ൽ. ചൈനയുടെ ആദ്യത്തെ ചക്രവർത്തിയായ ക്വീൻ ഷി ഹുവാങ് BC 221-ൽ ചൈനയെ ഏകീകരിച്ചു. ഇത് ഏകീകൃതവും സാമ്രാജ്യത്വവുമായ ചൈനയുടെ തുടക്കമായി അടയാളപ്പെടുത്തുന്നു. കൂടാതെ ക്വീൻ രാജവംശം സ്ഥാപിക്കുന്നതിനും ചൈനീസ് ചരിത്രത്തിൽ ഒരു പുതിയ അധ്യായം കുറിക്കുന്നതിനും ഇത് കാരണമായി. ക്വീൻ രാജവംശം ചൈനയുടെ വൻമതിലിന്റെ നിർമ്മാണം ആരംഭിച്ചത് എപ്പോഴാണ്? BC 221-ൽ. വടക്കൻ അതിർത്തികളെ സംരക്ഷിക്കുന്നതിനായി ക്വീൻ ഷി ഹുവാങ്ങിന്റെ നേതൃത്വത്തിൽ ക്വീൻ രാജവംശം BC 221-ൽ ചൈനയുടെ വൻമതിലിന്റെ നിർമ്മാണം ആരംഭിച്ചു. വിവിധ സംസ്ഥാനങ്ങൾ നിർമ്മിച്ച നിലവിലുള്ള മതിലുകളെ ഇത് ബന്ധിപ്പിക്കുകയും വികസിപ്പിക്കുകയും ചെയ്തു. ക്വീൻ ഷി ഹുവാങ്ങിന്റെ മരണശേഷം ചൈനയിൽ ഹാൻ രാജവംശം സ്ഥാപിതമായത് എപ്പോഴാണ്? BC 206-ൽ. ക്വീൻ ഷി ഹുവാങ്ങിന്റെ മരണത്തെ തുടർന്നുണ്ടായ രാഷ്ട്രീയ അസ്ഥിരതയ്ക്ക് ശേഷം BC 206-ൽ ലിയു ബാങ്ങിന്റെ നേതൃത്വത്തിൽ ഹാൻ രാജവംശം സ്ഥാപിതമായി. ചൈനീസ് ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും സ്വാധീനമുള്ളതുമായ രാജവംശങ്ങളിലൊന്നായി ഇത് അറിയപ്പെടുന്നു. ഏകദേശം 4 നൂറ്റാണ്ടുകളോളം ഇത് നീണ്ടുനിന്നു. ചൈനയിൽ കടലാസ് ഏകദേശം എപ്പോഴാണ് കണ്ടുപിടിച്ചത്? BC 200-ൽ. ചൈനയിൽ BC 200 ഓടെയാണ് കടലാസ് കണ്ടുപിടിച്ചത്. ഇത് ആശയവിനിമയത്തിലും വിവരങ്ങൾ സൂക്ഷിക്കുന്നതിലും ഒരു വിപ്ലവം സൃഷ്ടിച്ചു. എങ്കിലും AD 105-ൽ കൈലൂൺ എന്ന ഉദ്യോഗസ്ഥൻ കടലാസ് നിർമ്മാണ പ്രക്രിയയെ മെച്ചപ്പെടുത്തുകയും പ്രചരിപ്പിക്കുകയും ചെയ്തതായാണ് പൊതുവെ അംഗീകരിക്കപ്പെടുന്നത്. ചൈനയുടെ ഇംപീരിയൽ സർവകലാശാല സ്ഥാപിതമായത് എപ്പോഴാണ്? BC 124-ൽ. ഹാൻ രാജവംശത്തിന്റെ കാലഘട്ടത്തിൽ BC 124-ൽ ചൈനയുടെ ഇംപീരിയൽ സർവകലാശാല സ്ഥാപിതമായി. ഇത് രാജ്യത്തെ ഉയർന്ന നിലവാരമുള്ള വിദ്യാഭ്യാസത്തിന്റെ കേന്ദ്രമായിരുന്നു. കൂടാതെ സിവിൽ സർവീസ് പരീക്ഷകൾക്ക് ഉദ്യോഗാർത്ഥികളെ പരിശീലിപ്പിക്കുന്നതിലും ഇത് ഒരു പ്രധാന പങ്ക് വഹിച്ചു. നാന്യുവേ സാമ്രാജ്യത്തിന്റെ കീഴിൽ വിയറ്റ്നാമിൽ ചൈനയുടെ ആദ്യത്തെ ആധിപത്യം സംഭവിച്ചത് എപ്പോഴാണ്? BC 111-ൽ. വിയറ്റ്നാമിൽ ചൈനയുടെ ആദ്യത്തെ ആധിപത്യം BC 111-ൽ ഹാൻ രാജവംശത്തിന്റെ കീഴിൽ നാന്യുവേ സാമ്രാജ്യത്തിന്റെ ഭാഗമായാണ് സംഭവിച്ചത്. ഇത് വിയറ്റ്നാമിന്റെ ചരിത്രത്തിൽ 1000 വർഷത്തോളം നീണ്ട ചൈനീസ് ഭരണത്തിന്റെ തുടക്കമായിരുന്നു. ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിന്റെ ICJ ആസ്ഥാനം എവിടെയാണ്? ഹേഗ്, നെതർലാൻഡ്സ്. ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് ICJ ഐക്യരാഷ്ട്രസഭയുടെ പ്രധാനപ്പെട്ട നീതിന്യായ വിഭാഗമാണ്. രാജ്യങ്ങൾ തമ്മിലുള്ള നിയമപരമായ തർക്കങ്ങൾ പരിഹരിക്കുകയും നിയമപരമായ വിഷയങ്ങളിൽ ഉപദേശം നൽകുകയും ചെയ്യുക എന്നതാണ് ഇതിന്റെ പ്രധാന ദൗത്യം. 1945-ൽ സ്ഥാപിതമായ ICJ 1946 മുതൽ പ്രവർത്തനം ആരംഭിച്ചു. ഇന്റർനാഷണൽ കൗൺസിൽ ഓൺ മോണുമെന്റ്സ് ആൻഡ് സൈറ്റ്സിന്റെ ICOMOS ആസ്ഥാനം എവിടെയാണ്? പാരീസ്, ഫ്രാൻസ്. ഇന്റർനാഷണൽ കൗൺസിൽ ഓൺ മോണുമെന്റ്സ് ആൻഡ് സൈറ്റ്സ് ICOMOS 1965-ൽ സ്ഥാപിതമായ ഒരു ആഗോള സംഘടനയാണ്. ലോകത്തിലെ സാംസ്കാരിക പൈതൃക സ്മാരകങ്ങളെയും സ്ഥലങ്ങളെയും സംരക്ഷിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം. യുനെസ്കോയുടെ ലോക പൈതൃക കൺവെൻഷന്റെ ഉപദേശക സമിതികളിൽ ഒന്നാണിത്. അഫ്ഗാനിസ്ഥാന്റെ തലസ്ഥാനം ഏതാണ്? കാബൂൾ. അഫ്ഗാനിസ്ഥാന്റെ തലസ്ഥാനവും ഏറ്റവും വലിയ നഗരവുമാണ് കാബൂൾ. ഹിന്ദുകുഷ് പർവ്വതനിരകൾക്കിടയിൽ കാബൂൾ നദിക്കരയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. സാമ്പത്തികമായും സാംസ്കാരികമായും രാജ്യത്തിന്റെ ഹൃദയഭാഗമാണിത്. യേശുക്രിസ്തുവിന്റെ ജനനവർഷമായി പരക്കെ അംഗീകരിക്കപ്പെടുന്നത് എന്നാണ്? BC 4-ൽ. ചരിത്രകാരന്മാരുടെ അഭിപ്രായത്തിൽ യേശുക്രിസ്തുവിന്റെ ജനനവർഷമായി പരക്കെ അംഗീകരിക്കപ്പെടുന്നത് BC 4 അതിനടുത്തോ ആണ്. ഹെരോദോസ് രാജാവിന്റെ ഭരണകാലത്തെ അടിസ്ഥാനമാക്കിയാണ് ഈ അനുമാനം. ക്രിസ്ത്യൻ കലണ്ടറിലെ BC വിഭജനത്തിന് ഇത് കാരണമായി. അഫ്ഗാനിസ്ഥാന്റെ കറൻസി എന്താണ്?
അഫ്ഗാനി. അഫ്ഗാനിസ്ഥാന്റെ ദേശീയ കറൻസിയാണ് അഫ്ഗാനി. 2002 അവതരിപ്പിച്ച ഈ കറൻസി അഫ്ഗാനിസ്ഥാൻ ബാങ്ക്, അഫ്ഗാനിസ്ഥാൻ ബാങ്ക് ആണ് നിയന്ത്രിക്കുന്നത്. രാജ്യത്തിന്റെ സാമ്പത്തിക വ്യവസ്ഥയുടെ ഒരു പ്രധാന ഭാഗമാണിത്. പരക്കെ അംഗീകരിക്കപ്പെട്ട ചരിത്രരേഖകൾ പ്രകാരം യേശുക്രിസ്തുവിനെ ക്രൂശിച്ചത് ഏതു വർഷമാണ്? AD 29 പരക്കെ അംഗീകരിക്കപ്പെട്ട ചരിത്രരേഖകൾ പ്രകാരം യേശുക്രിസ്തുവിനെ AD 29 33 ഇടയിലുള്ള ഒരു കാലഘട്ടത്തിലാണ് ക്രൂശിച്ചത്. ഈ സംഭവം ക്രിസ്തുമതത്തിന്റെ കേന്ദ്രവിശ്വാസങ്ങളിലൊന്നാണ്. കൂടാതെ റോമൻ ഗവർണർ പോന്തിയസ് പീലാത്തോസിന്റെ ഭരണകാലത്താണ് ഇത് നടന്നത്. അൽബേനിയയുടെ തലസ്ഥാനം എന്താണ്? ടിറാന. അൽബേനിയയുടെ തലസ്ഥാനവും ഏറ്റവും വലിയ നഗരവുമാണ് ടിറാന. രാജ്യത്തിന്റെ രാഷ്ട്രീയ, സാമ്പത്തിക, സാംസ്കാരിക കേന്ദ്രമാണിത്. 1920 ടിറാന അൽബേനിയയുടെ തലസ്ഥാനമായത്. ടൈറ്റസിന്റെ നേതൃത്വത്തിലുള്ള റോമൻ സൈന്യം ജറുസലേം നശിപ്പിച്ചത് ഏതു വർഷമാണ്? AD 70 AD 70 ടൈറ്റസിന്റെ നേതൃത്വത്തിലുള്ള റോമൻ സൈന്യം ജറുസലേം നശിപ്പിക്കുകയും അതിന്റെ രണ്ടാം ക്ഷേത്രം തകർക്കുകയും ചെയ്തു. ഈ സംഭവം ഒന്നാം യഹൂദ റോമൻ യുദ്ധത്തിന്റെ നിർണായക നിമിഷമായിരുന്നു. കൂടാതെ യഹൂദ ചരിത്രത്തിലും ലോക ചരിത്രത്തിലും ഇത് ഒരു വലിയ സ്വാധീനം ചെലുത്തി. അൽബേനിയയുടെ കറൻസി എന്താണ്? ലെക്ക്. അൽബേനിയയുടെ ഔദ്യോഗിക കറൻസിയാണ് ലെക്ക് ഓൾ. അൽബേനിയൻ സെൻട്രൽ ബാങ്ക്, ബാങ്ക് ഓഫ് അൽബേനിയ ആണ് ഇത് പുറത്തിറക്കുന്നത്. അൽബേനിയൻ സമ്പദ്വ്യവസ്ഥയിൽ ലെക്കിന് നിർണായക പ്രാധാന്യമുണ്ട്. ഇന്ത്യയിൽ ശകവർഷം ആരംഭിച്ചത് ഏതു വർഷമാണ്? 78 CE. ശകവർഷം ക്രി. 78 കനിഷ്കൻ ആരംഭിച്ചതായി കരുതപ്പെടുന്നു. കാളിദാസൻ, ആര്യഭടൻ, വരാഹമിഹിരൻ തുടങ്ങിയ നിരവധി പ്രമുഖർ ഈ കാലഘട്ടത്തിലാണ് ജീവിച്ചിരുന്നത്. ഇന്ത്യൻ ദേശീയ കലണ്ടർ ശകവർഷത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. അൾജീരിയയുടെ തലസ്ഥാനം എന്താണ്? അൾജിയേഴ്സ്. അൾജീരിയയുടെ തലസ്ഥാനവും ഏറ്റവും വലിയ നഗരവുമാണ് അൾജിയേഴ്സ്. മെഡിറ്ററേനിയൻ കടൽത്തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഈ നഗരം രാജ്യത്തിന്റെ പ്രധാന തുറമുഖവും സാമ്പത്തിക, സാംസ്കാരിക കേന്ദ്രവുമാണ്. ഒട്ടേറെ ചരിത്ര പ്രാധാന്യമുള്ള ഒരു നഗരം കൂടിയാണിത്. മൗണ്ട് വെസൂവിയസ് അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ച് പോംബെയും മറ്റ് റോമൻ നഗരങ്ങളും നശിച്ചത് ഏതു വർഷമാണ്? 79 CE. മൗണ്ട് വെസൂവിയസ് അഗ്നിപർവ്വതം ക്രി. 79 പൊട്ടിത്തെറിച്ചത് പോംബെ, ഹെർക്കുലേനിയം, സ്റ്റാബിയെ തുടങ്ങിയ റോമൻ നഗരങ്ങളെ ചാരത്തിൽ മൂടിക്കൊണ്ട് ചരിത്രത്തിലെ ഏറ്റവും വിനാശകരമായ അഗ്നിപർവ്വത സ്ഫോടനങ്ങളിൽ ഒന്നായി മാറി. ഈ സ്ഫോടനം ആ നഗരങ്ങളിലെ ജീവിതത്തെ അതേപടി സംരക്ഷിച്ചു. ഇത് പുരാവസ്തു ഗവേഷകർക്ക് അമൂല്യമായ ഉൾക്കാഴ്ചകൾ നൽകി. അൾജീരിയയുടെ കറൻസി എന്താണ്? അൾജീരിയൻ ദിനാർ. അൾജീരിയയുടെ ഔദ്യോഗിക കറൻസിയാണ് അൾജീരിയൻ ദിനാർ, DZD. ബാങ്ക് ഓഫ് അൾജീരിയ, ബോങ്ക് ഡാൽജറി ആണ് ഇത് നിയന്ത്രിക്കുന്നത്. രാജ്യത്തിന്റെ സാമ്പത്തിക പ്രവർത്തനങ്ങൾക്ക് ദിനാർ അനിവാര്യമാണ്. ക്രി. 220 ഹാൻ രാജവംശത്തിന്റെ പതനത്തിനുശേഷം ചൈനീസ് ചരിത്രത്തിൽ ആരംഭിച്ച പ്രധാനപ്പെട്ട കാലഘട്ടം ഏതാണ്? 3 രാജ്യങ്ങളുടെ കാലഘട്ടം, ദ ത്രീ കിങ്ഡംസ് പീരിയഡ്. ക്രി. 220 ഹാൻ രാജവംശത്തിന്റെ പതനത്തിനുശേഷം ചൈനയിൽ 3 രാജ്യങ്ങളുടെ കാലഘട്ടം ആരംഭിച്ചു. ഇത് വെയി, ഷു, വു എന്നീ 3 പ്രധാന രാജ്യങ്ങൾ പരസ്പരം പോരടിച്ച ആഭ്യന്തര യുദ്ധങ്ങളുടെയും രാഷ്ട്രീയ അസ്ഥിരതയുടെയും കാലഘട്ടമായിരുന്നു. ഈ കാലഘട്ടം ചൈനീസ് ചരിത്രത്തിലും സാഹിത്യത്തിലും ഒരു പ്രധാന സ്ഥാനം വഹിക്കുന്നു. അൻഡോറയുടെ തലസ്ഥാനം എന്താണ്? അൻഡോറ ലാവെല്ല. അൻഡോറയുടെ തലസ്ഥാനവും ഏറ്റവും വലിയ നഗരവുമാണ് അൻഡോറ ലാവെല്ല. യൂറോപ്പിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന തലസ്ഥാന നഗരികളിൽ ഒന്നാണിത്. രാജ്യത്തിന്റെ ഭരണ, വാണിജ്യ കേന്ദ്രമാണിത്. അഡ്രിയാനോപ്പിൾ യുദ്ധത്തിൽ ജർമ്മൻ ഗോത്രങ്ങൾ റോമൻ സൈന്യത്തെ നിർണായകമായി പരാജയപ്പെടുത്തിയത് ഏതു വർഷമാണ്? 378 CE. അഡ്രിയാനോപ്പിൾ യുദ്ധം ക്രി. 378 ഗോതിക് ഗോത്രങ്ങളും കിഴക്കൻ റോമൻ സാമ്രാജ്യവും തമ്മിലാണ് നടന്നത്. റോമൻ ചക്രവർത്തി വലൻസിന്റെ മരണത്തിനിടയാക്കിയ ഈ യുദ്ധം റോമൻ സാമ്രാജ്യത്തിന്റെ പതനത്തിന്റെ ഒരു പ്രധാന നാഴികക്കല്ലായി കണക്കാക്കപ്പെടുന്നു. റോമൻ സൈന്യത്തിന്റെ പരാജയം യൂറോപ്പിലെ സൈനിക ശക്തിയുടെ മാറ്റത്തെ സൂചിപ്പിച്ചു.
അൻഡോറയുടെ കറൻസി എന്താണ്? യൂറോ. അൻഡോറയുടെ ഔദ്യോഗിക കറൻസി യൂറോയാണ്. യൂറോപ്യൻ യൂണിയനിൽ അംഗമല്ലെങ്കിലും അൻഡോറ യൂറോയെ തങ്ങളുടെ കറൻസിയായി ഉപയോഗിക്കാൻ യൂറോപ്യൻ യൂണിയനുമായി ഒരു പ്രത്യേക കരാറിൽ ഒപ്പുവച്ചിട്ടുണ്ട്. 2015-ലാണ് യൂറോ അൻഡോറയുടെ ഔദ്യോഗിക കറൻസിയായി മാറിയത്. ഇസ്ലാമിന്റെ സ്ഥാപകനായ മുഹമ്മദ് നബി ജനിച്ചത് ഏതു വർഷമാണ്? 570 CE. മുഹമ്മദ് നബി ക്രി. 570-ൽ ഏകദേശം മക്കയിൽ ജനിച്ചു. ഇസ്ലാമിന്റെ കേന്ദ്ര വ്യക്തിത്വമാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ ജനനം ഇസ്ലാമിക ചരിത്രത്തിലെ ഒരു നിർണായക സംഭവമായി കണക്കാക്കപ്പെടുന്നു. ഇത് ഇസ്ലാമിക വിശ്വാസത്തിന്റെ വളർച്ചയ്ക്ക് വഴിയൊരുക്കി. അംഗോളയുടെ തലസ്ഥാനം എന്താണ്? ലുവാൻഡ. അംഗോളയുടെ തലസ്ഥാനവും ഏറ്റവും വലിയ നഗരവുമാണ് ലുവാൻഡ. അറ്റ്ലാന്റിക് സമുദ്രതീരത്ത് സ്ഥിതി ചെയ്യുന്ന ഈ നഗരം രാജ്യത്തിന്റെ പ്രധാന തുറമുഖവും സാമ്പത്തിക കേന്ദ്രവുമാണ്. അംഗോളയുടെ ചരിത്രത്തിലും വികസനത്തിലും ലുവാൻഡയ്ക്ക് പ്രധാന പങ്കുണ്ട്. ചൈനയിൽ സുയി രാജവംശം ആരംഭിച്ചത് ഏതു വർഷമാണ്? 581 CE. ക്രി. 581-ൽ യാങ് ജിയാൻ ചക്രവർത്തി വെൻ ആണ് സുയി രാജവംശം സ്ഥാപിച്ചത്. വർഷങ്ങളോളം നീണ്ടുനിന്ന വിഭജനത്തിനു ശേഷം ചൈനയെ ഏകീകരിക്കുന്നതിൽ ഈ രാജവംശം പ്രധാന പങ്ക് വഹിച്ചു. ഗ്രാൻഡ് കനാൽ നിർമ്മാണം പോലുള്ള വലിയ പൊതുമരാമത്ത് പദ്ധതികൾക്കും സുയി രാജവംശം പ്രശസ്തമാണ്. അംഗോളയുടെ കറൻസി എന്താണ്? ക്വാൻസ. അംഗോളയുടെ ഔദ്യോഗിക കറൻസിയാണ് ക്വാൻസ. AOA. നാഷണൽ ബാങ്ക് ഓഫ് അംഗോള, ബാങ്കോ നാഷണൽ ദ ആംഗോല ആണ് ഇത് നിയന്ത്രിക്കുന്നത്. അംഗോളയുടെ സാമ്പത്തിക സ്ഥിതിയെ ക്വാൻസയുടെ മൂല്യം സ്വാധീനിക്കുന്നു. മുഹമ്മദ് നബി മക്കയിൽ പരസ്യമായി പ്രസംഗിക്കാൻ തുടങ്ങിയത് ഏതു വർഷമാണ്? 613 CE. മുഹമ്മദ് നബി ക്രി. 613-ൽ മക്കയിൽ പരസ്യമായി പ്രസംഗിക്കാൻ തുടങ്ങി. ഏകദൈവ വിശ്വാസത്തിലും സാമൂഹിക നീതിയിലും ഊന്നിയുള്ള ഇസ്ലാമിന്റെ സന്ദേശം പ്രചരിപ്പിക്കാനുള്ള അദ്ദേഹത്തിന്റെ ശ്രമങ്ങളുടെ തുടക്കമായിരുന്നു ഇത്. ഈ ഘട്ടം മക്കയിലെ ഇസ്ലാമിക സമൂഹത്തിന്റെ രൂപീകരണത്തിന് അടിസ്ഥാനമിട്ടു. ആന്റിഗ്വയും ബാർബൂഡയുടെയും തലസ്ഥാനം എന്താണ്? സെയിന്റ് ജോൺസ്. കിഴക്കൻ കരീബിയനിലെ ഒരു ദ്വീപ് രാഷ്ട്രമായ ആന്റിഗ്വയും ബാർബൂഡയുടെയും തലസ്ഥാനവും ഏറ്റവും വലിയ നഗരവുമാണ് സെയിന്റ് ജോൺസ്. ഒരു പ്രധാന വിനോദസഞ്ചാര കേന്ദ്രം കൂടിയായ ഈ നഗരം രാജ്യത്തിന്റെ വാണിജ്യ ഹബ്ബാണ്. മുഹമ്മദ് നബി മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്തത് ഹിജ്റ എന്നറിയപ്പെടുന്നത് ഏതു വർഷമാണ്? 622 CE. മുഹമ്മദ് നബി ക്രി. 622-ൽ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്ത സംഭവമാണ് ഹിജ്റ. ഇസ്ലാമിക കലണ്ടറിന്റെ ആരംഭം കുറിക്കുന്നതും ഇസ്ലാമിക ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവങ്ങളിലൊന്നുമാണ് ഇത്. ഈ പലായനം ഇസ്ലാമിക സമൂഹത്തിന് ഒരു പുതിയ തുടക്കം നൽകി. ആന്റിഗ്വ ആൻഡ് ബാർബുഡയുടെ കറൻസി എന്താണ്? ഈസ്റ്റ് കരീബിയൻ ഡോളർ. കറൻസികളും തലസ്ഥാനങ്ങളും രാജ്യങ്ങളെക്കുറിച്ചുള്ള അടിസ്ഥാന വിവരങ്ങളാണ്. ഈസ്റ്റ് കരീബിയൻ ഡോളർ ഈസ്റ്റ് കരീബിയൻ കറൻസി യൂണിയനിലെ 8 അംഗരാജ്യങ്ങളുടെ ഔദ്യോഗിക കറൻസിയാണ്. ഇത് സാമ്പത്തിക ഭൂമിശാസ്ത്രത്തിൽ പ്രാധാന്യമർഹിക്കുന്നു. ഇസ്ലാമിൽ ശനിയാഴ്ചയ്ക്ക് പകരം വെള്ളിയാഴ്ച ആഴ്ചയിലെ ഒരു പ്രത്യേക ദിവസമായി പ്രഖ്യാപിച്ചത് ഏതു വർഷമാണ്? 623 CE. ക്രി. 623-ൽ മുഹമ്മദ് നബി വെള്ളിയാഴ്ചയെ ഇസ്ലാമിൽ പ്രത്യേക പ്രാർത്ഥനാ ദിവസമായി പ്രഖ്യാപിച്ചു. ഇത് മുസ്ലിങ്ങൾക്ക് കൂട്ടപ്രാർത്ഥന, ജുമാ നമസ്കാരം നടത്തുന്നതിനുള്ള പ്രധാന ദിവസമായി മാറി. ഇത് ജൂതമതത്തിലെയും ക്രിസ്തുമതത്തിലെയും വിശുദ്ധ ദിനങ്ങളിൽ നിന്ന് ഇസ്ലാമിന്റെ വേറിട്ട സ്വത്വം അടയാളപ്പെടുത്തി. അർജന്റീനയുടെ തലസ്ഥാനം എന്താണ്? ബ്യൂണസ് ഐറിസ്. ബ്യൂണസ് ഐറിസ് അർജന്റീനയുടെ തലസ്ഥാനവും ഏറ്റവും വലിയ നഗരവുമാണ്. ഇത് തെക്കേ അമേരിക്കയിലെ ഒരു പ്രധാന സാമ്പത്തിക, സാംസ്കാരിക കേന്ദ്രമാണ്. ലോക ഭൂമിശാസ്ത്രത്തിൽ നഗരത്തിന്റെ സ്ഥാനം പ്രധാനമാണ്. മുഹമ്മദ് നബി അന്തരിച്ചത് ഏതു വർഷമാണ്? 632 CE. മുഹമ്മദ് നബി ക്രി. 632-ൽ മദീനയിൽ വെച്ച് അന്തരിച്ചു. അദ്ദേഹത്തിന്റെ മരണം ഇസ്ലാമിക സമൂഹത്തിൽ ഒരു വലിയ മാറ്റമുണ്ടാക്കി. ഇത് അദ്ദേഹത്തിന്റെ പിൻഗാമികളെയും ഇസ്ലാമിക ഖിലാഫത്തിന്റെ സ്ഥാപനത്തെയും സംബന്ധിച്ച ചർച്ചകളിലേക്ക് നയിച്ചു. അദ്ദേഹത്തിന്റെ ജീവിതം ഇസ്ലാമിന്റെ അടിസ്ഥാന തത്വങ്ങൾക്കും ആചാരങ്ങൾക്കും മാതൃകയായി വർത്തിക്കുന്നു. അർജന്റീനയുടെ കറൻസി എന്താണ്?
അർജന്റീനിയൻ പെസോ. അർജന്റീനിയൻ പെസോ അർജന്റീനയുടെ ഔദ്യോഗിക കറൻസിയാണ്. ലോകത്തിലെ വിവിധ രാജ്യങ്ങളുടെ കറൻസികളെക്കുറിച്ചുള്ള അറിവ് അന്താരാഷ്ട്ര സാമ്പത്തിക ബന്ധങ്ങളെയും ഭൂമിശാസ്ത്രപരമായ വിവരങ്ങളെയും കുറിച്ച് മനസ്സിലാക്കാൻ സഹായിക്കുന്നു. ഇസ്ലാം മതത്തിന്റെ വിശുദ്ധ ഗ്രന്ഥമായ ഖുർആൻ ആദ്യമായി ഔപചാരികമായി ക്രോഡീകരിക്കുകയോ പ്രസിദ്ധീകരിക്കുകയോ ചെയ്ത വർഷം ഏതാണ്? 660 CE. ഖുർആൻ പ്രവാചകൻ മുഹമ്മദിന്റെ വെളിപാടുകളുടെ സമാഹാരമാണ്. 660 CE-യിൽ മൂന്നാം ഖലീഫയായ ഉസ്മാന്റെ ഭരണകാലത്ത് ഇതിന്റെ ആദ്യത്തെ ഔദ്യോഗിക ക്രോഡീകരണം നടന്നതായി കരുതപ്പെടുന്നു. ഇത് ഇസ്ലാമിക ചരിത്രത്തിലെ ഒരു നിർണായക നിമിഷമായിരുന്നു. അർമേനിയയുടെ തലസ്ഥാനം എന്താണ്? യെരേവാൻ. യെരേവാൻ അർമേനിയയുടെ തലസ്ഥാനവും രാജ്യത്തെ ഏറ്റവും വലിയ നഗരവുമാണ്. ഇത് കോക്കസസ് മേഖലയിലെ ഏറ്റവും പഴക്കമുള്ള തുടർച്ചയായി ജനവാസമുള്ള നഗരങ്ങളിലൊന്നായി കണക്കാക്കപ്പെടുന്നു. ചരിത്രപരമായും സാംസ്കാരികമായും നഗരത്തിന് വലിയ പ്രാധാന്യമുണ്ട്. സ്കോട്ട്ലൻഡിലെ ലിൻഡിസ്ഫാർണിലെ ആശ്രമം ലക്ഷ്യമിട്ട് ആദ്യത്തെ രേഖപ്പെടുത്തപ്പെട്ട വൈക്കിംഗ് ആക്രമണം നടന്ന വർഷം ഏതാണ്? 793 CE. 793 CE-യിൽ നോർവേയിൽ നിന്നുള്ള വൈക്കിങ്ങുകൾ ലിൻഡിസ്ഫാർൺ ആശ്രമം ആക്രമിച്ചത് യൂറോപ്പിലെ വൈക്കിംഗ് യുഗത്തിന്റെ തുടക്കമായി അടയാളപ്പെടുത്തുന്നു. ഈ സംഭവം യൂറോപ്യൻ ചരിത്രത്തിൽ വൈക്കിങ്ങുകളുടെ സ്വാധീനം വർദ്ധിക്കുന്നതിലേക്ക് നയിച്ചു. അർമേനിയയുടെ കറൻസി എന്താണ്? ഡ്രാം. അർമേനിയൻ ഡ്രാം ആണ് അർമേനിയയുടെ ഔദ്യോഗിക കറൻസി. വിവിധ രാജ്യങ്ങളുടെ കറൻസികളെക്കുറിച്ചുള്ള പഠനം ലോക സമ്പദ്വ്യവസ്ഥയെയും ഭൗമരാഷ്ട്രീയത്തെയും കുറിച്ചുള്ള ധാരണയ്ക്ക് അത്യന്താപേക്ഷിതമാണ്. ഇത് പൊതുവിജ്ഞാനത്തിന്റെ ഒരു പ്രധാന ഭാഗമാണ്. ഏകദേശം ഏതു വർഷമാണ് വെടിമരുന്ന് കണ്ടുപിടിച്ചത്? 800 CE. വെടിമരുന്ന് ഏകദേശം 9-ാം നൂറ്റാണ്ടിൽ ചൈനയിൽ കണ്ടുപിടിച്ചതായി കരുതപ്പെടുന്നു. ഏകദേശം 800 CE-യോടെ ഇത് പ്രചാരത്തിൽ വന്നു. ആദ്യം ഇത് പടക്കങ്ങൾക്കും പിന്നീട് ആയുധങ്ങൾക്കും ഉപയോഗിച്ചു. ഈ കണ്ടുപിടുത്തം സൈനിക സാങ്കേതികവിദ്യയിലും ലോക ചരിത്രത്തിലും വലിയ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കി. ഓസ്ട്രേലിയയുടെ തലസ്ഥാനം എന്താണ്? കാൻബെറ. കാൻബെറ ഓസ്ട്രേലിയയുടെ തലസ്ഥാനമാണ്. ഓസ്ട്രേലിയയിലെ ഏറ്റവും വലിയ നഗരമായ സിഡ്നി പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെടാറുണ്ട്. ഈ വസ്തുത ഭൂമിശാസ്ത്രപരമായ അറിവിൽ സാധാരണയായി പരീക്ഷിക്കപ്പെടുന്ന ഒന്നാണ്. പുരാതന ഗതിനിർണയ ഉപകരണമായ ആസ്ട്രോലേബ് യൂറോപ്പിൽ ആദ്യമായി ഉപയോഗിച്ച വർഷം ഏതാണ്? 1050 CE. ആസ്ട്രോലേബ് നക്ഷത്രങ്ങളുടെയും ഗ്രഹങ്ങളുടെയും സ്ഥാനം നിർണ്ണയിക്കാൻ ഉപയോഗിച്ചിരുന്ന ഒരു പുരാതന ഉപകരണമാണ്. ഇസ്ലാമിക ലോകത്ത് ഇത് വ്യാപകമായി ഉപയോഗിച്ചിരുന്നു. ഏകദേശം 1050 CE-യോടെയാണ് യൂറോപ്പിൽ ഇതിന്റെ ഉപയോഗം ആരംഭിച്ചത്. ഗതിനിർണയത്തിലും ജ്യോതിശാസ്ത്രത്തിലും ഇത് ഒരു പ്രധാന പങ്ക് വഹിച്ചു. ഓസ്ട്രേലിയയുടെ കറൻസി എന്താണ്? ഓസ്ട്രേലിയൻ ഡോളർ. ഓസ്ട്രേലിയയുടെ ഔദ്യോഗിക കറൻസിയാണ് ഓസ്ട്രേലിയൻ ഡോളർ. ഇത് ഓസ്ട്രേലിയയുടെയും അതിന്റെ വിവിധ പ്രദേശങ്ങളുടെയും സാമ്പത്തിക പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നു. രാജ്യങ്ങളുടെ കറൻസികൾ അന്താരാഷ്ട്ര ബന്ധങ്ങളിലും വ്യാപാരത്തിലും സുപ്രധാന പങ്ക് വഹിക്കുന്നു. ലണ്ടൻ ടവറിന്റെ നിർമ്മാണം ആരംഭിച്ച വർഷം ഏതാണ്? 1077 CE. ഇംഗ്ലണ്ടിലെ ലണ്ടൻ ടവറിന്റെ നിർമ്മാണം 1077 CE-യിൽ വില്യം ദി കോൺക്വററുടെ ഭരണകാലത്താണ് ആരംഭിച്ചത്. തുടക്കത്തിൽ ഇതൊരു കോട്ടയായും പിന്നീട് കൊട്ടാരമായും ജയിലായും ഉപയോഗിക്കപ്പെട്ടു. ബ്രിട്ടീഷ് ചരിത്രത്തിലെ ഒരു പ്രധാന സ്മാരകമാണിത്. ഓസ്ട്രിയയുടെ തലസ്ഥാനം എന്താണ്? വിയന്ന. വിയന്ന ഓസ്ട്രിയയുടെ തലസ്ഥാനവും രാജ്യത്തെ ഏറ്റവും വലിയ നഗരവുമാണ്. ഇത് ഐക്യരാഷ്ട്രസഭയുടെയും മറ്റു പല അന്താരാഷ്ട്ര സംഘടനകളുടെയും ആസ്ഥാനമാണ്. സാംസ്കാരികമായും രാഷ്ട്രീയമായും യൂറോപ്പിൽ വിയന്നയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട്. ഏകദേശം ഏതു വർഷമാണ് ഓക്സ്ഫോർഡ് സർവകലാശാല സ്ഥാപിക്കപ്പെട്ടത്? 1117 CE. ഇംഗ്ലണ്ടിലെ ഓക്സ്ഫോർഡ് സർവകലാശാല 1117 CE-യിൽ സ്ഥാപിതമായതായി കരുതപ്പെടുന്നു. ഇംഗ്ലീഷ് സംസാരിക്കുന്ന ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള സർവകലാശാലയാണിത്. ലോകത്തിലെ ഏറ്റവും മികച്ച സർവകലാശാലകളിൽ ഒന്നായി ഇത് കണക്കാക്കപ്പെടുന്നു. ഓസ്ട്രിയയുടെ കറൻസി എന്താണ്? യൂറോ. യൂറോപ്യൻ യൂണിയനിലെ അംഗരാജ്യമായ ഓസ്ട്രിയയുടെ ഔദ്യോഗിക കറൻസിയാണ് യൂറോ. 1999-ൽ യൂറോ അവതരിപ്പിച്ചത് യൂറോപ്യൻ സാമ്പത്തിക മേഖലയിലെ ഒരു സുപ്രധാന മാറ്റമായിരുന്നു.
യൂറോ കറൻസി യൂറോപ്പിലെ സാമ്പത്തിക ഏകീകരണത്തിന്റെ പ്രതീകമാണ്. ഏകദേശം ഏതു വർഷമാണ് പാരീസ് സർവകലാശാല സ്ഥാപിക്കപ്പെട്ടത്? 1150 CE. ഫ്രാൻസിലെ പാരീസ് സർവകലാശാല ഏകദേശം 1150 CE-യിൽ സ്ഥാപിക്കപ്പെട്ടു. മധ്യകാല യൂറോപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട പഠനകേന്ദ്രങ്ങളിൽ ഒന്നായിരുന്നു ഇത്. പാശ്ചാത്യ ലോകത്തെ ഉന്നത വിദ്യാഭ്യാസത്തിന് ഇത് ഒരു മാതൃകയായി വർത്തിച്ചു. അസർബൈജാന്റെ തലസ്ഥാനം എന്താണ്? ബാകു. അസർബൈജാന്റെ തലസ്ഥാനവും ഏറ്റവും വലിയ നഗരവുമാണ് ബാകു. കാസ്പിയൻ കടലിന്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഈ നഗരം കിഴക്കൻ യൂറോപ്പിലെയും പശ്ചിമേഷ്യയിലെയും ഒരു പ്രധാന സാംസ്കാരിക, വ്യാവസായിക, സാമ്പത്തിക കേന്ദ്രമാണ്. ഏകദേശം ഏതു വർഷമാണ് യൂറോപ്യന്മാർ ആദ്യമായി ഗതിനിർണയത്തിനായി കോമ്പസുകൾ ഉപയോഗിക്കാൻ തുടങ്ങിയത്? 1199 CE. ചൈനയിൽ കണ്ടുപിടിച്ച കോമ്പസുകൾ ഏകദേശം 12-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടെയാണ് യൂറോപ്പിലെത്തുകയും ഗതിനിർണയത്തിനായി ഉപയോഗിക്കാൻ തുടങ്ങുകയും ചെയ്തത്. 1199 CE-യോടെ യൂറോപ്യൻ നാവികർ ഇത് വ്യാപകമായി ഉപയോഗിക്കാൻ തുടങ്ങി. ഇത് സമുദ്രയാത്രയിലും പര്യവേഷണങ്ങളിലും വിപ്ലവകരമായ മാറ്റങ്ങൾ വരുത്തി. അസർബൈജാനിന്റെ കറൻസി എന്താണ്? മനാദ്. മനാദ് അസർബൈജാനിന്റെ ഔദ്യോഗിക കറൻസിയാണ്. ഇതിന് 100 കാപ്പിക് ഉണ്ട്. രാജ്യത്തിന്റെ സാമ്പത്തിക വ്യവസ്ഥയുടെ ഒരു പ്രധാന ഭാഗമാണിത്. ഏകദേശം ഏതു വർഷമാണ് കേംബ്രിഡ്ജ് സർവകലാശാല സ്ഥാപിക്കപ്പെട്ടത്? 1209 CE. ഇംഗ്ലണ്ടിലെ കേംബ്രിഡ്ജ് സർവകലാശാല 1209 CE-യിൽ സ്ഥാപിതമായി. ഓക്സ്ഫോർഡിൽ നിന്നുള്ള ചില പണ്ഡിതന്മാർ തർക്കത്തെ തുടർന്ന് ഇവിടെ എത്തുകയും സർവകലാശാല സ്ഥാപിക്കുകയും ചെയ്തു. ലോകത്തിലെ ഏറ്റവും മികച്ച ഗവേഷണ സർവകലാശാലകളിൽ ഒന്നായി ഇത് അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു. ബഹാമാസിന്റെ തലസ്ഥാനം എന്താണ്? നസ്സാവു. നസ്സാവു, ബഹാമാസ് കോമൺവെൽത്തിന്റെ തലസ്ഥാനവും ഏറ്റവും വലിയ നഗരവുമാണ്. ന്യൂ പ്രൊവിഡൻസ് ദ്വീപിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. കരീബിയൻ മേഖലയിലെ പ്രധാന ടൂറിസം കേന്ദ്രങ്ങളിലൊന്നാണിത്. ഇംഗ്ലണ്ടിലെ ജോൺ രാജാവ് മാഗ്നാകാർട്ടയിൽ ഒപ്പുവെച്ച വർഷം ഏതാണ്? 1215 CE. 1215 ജൂൺ 15-ന് ഇംഗ്ലണ്ടിലെ ജോൺ രാജാവ് മാഗ്നാകാർട്ടയിൽ ഒപ്പുവെച്ചു. ഇത് രാജാവിന്റെ അധികാരങ്ങളെ പരിമിതപ്പെടുത്തുകയും പ്രജകൾക്ക് ചില അവകാശങ്ങൾ ഉറപ്പുനൽകുകയും ചെയ്ത ഒരു സുപ്രധാന രേഖയാണ്. ആധുനിക നിയമവാഴ്ചയുടെയും ഭരണഘടനാപരമായ ജനാധിപത്യത്തിന്റെയും അടിസ്ഥാന ശിലകളിലൊന്നായി ഇത് കണക്കാക്കപ്പെടുന്നു. ബഹാമാസിന്റെ കറൻസി എന്താണ്? ബഹാമിയൻ ഡോളർ. ബഹാമിയൻ ഡോളർ BSD ആണ് ബഹാമാസിന്റെ ഔദ്യോഗിക കറൻസി. ഇത് US ഡോളറുമായി അനുപാതം 1:1 അനുപാതത്തിൽ ബന്ധിപ്പിച്ചിരിക്കുന്നു. രാജ്യത്തിന്റെ സമ്പദ്വ്യവസ്ഥയുടെ സ്ഥിരതയ്ക്ക് ഇത് സംഭാവന നൽകുന്നു. മാർക്കോ പോളോ തന്റെ പ്രസിദ്ധമായ ചൈന യാത്രാവിവരണം ദി ട്രാവൽസ് ഓഫ് മാർക്കോ പോളോ റസ്റ്റിഷെല്ലോ ഡാ പിസയുമായി ചേർന്ന് പ്രസിദ്ധീകരിച്ചത് ഏതു വർഷമാണ്? 1298 CE. മാർക്കോ പോളോയുടെ ദി ട്രാവൽസ് ഓഫ് മാർക്കോ പോളോ 1298-ൽ പ്രസിദ്ധീകരിച്ചു. ഇത് യൂറോപ്യന്മാർക്ക് കിഴക്കൻ ലോകത്തെക്കുറിച്ചുള്ള പ്രധാനപ്പെട്ട വിവരങ്ങൾ നൽകി. മധ്യകാലഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട യാത്രാവിവരണങ്ങളിൽ ഒന്നാണിത്. ബഹ്റൈനിന്റെ തലസ്ഥാനം എന്താണ്? മനാമ. മനാമ, ബഹ്റൈൻ രാജ്യത്തിന്റെ തലസ്ഥാനവും ഏറ്റവും വലിയ നഗരവുമാണ്. പേർഷ്യൻ ഗൾഫിലെ ഒരു പ്രധാന സാമ്പത്തിക കേന്ദ്രമാണിത്. ബഹ്റൈൻ ദ്വീപിന്റെ വടക്കുകിഴക്കൻ തീരത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഉസ്മാൻ ഒന്നാമൻ ഓട്ടോമൻ സാമ്രാജ്യം സ്ഥാപിച്ചത് ഏതു വർഷമാണ്? 1299 CE. ഉസ്മാൻ ഒന്നാമൻ 1299-ൽ ഓട്ടോമൻ സാമ്രാജ്യം സ്ഥാപിച്ചു. ഈ സാമ്രാജ്യം 600 വർഷത്തിലേറെ നിലനിൽക്കുകയും തെക്കുകിഴക്കൻ യൂറോപ്പ്, പശ്ചിമേഷ്യ, വടക്കേ ആഫ്രിക്ക എന്നിവിടങ്ങളിൽ വലിയ സ്വാധീനം ചെലുത്തുകയും ചെയ്തു. ബഹ്റൈനിന്റെ കറൻസി എന്താണ്? ബഹ്റൈനി ദിനാർ. ബഹ്റൈനി ദിനാർ BHD ആണ് ബഹ്റൈനിന്റെ കറൻസി. ലോകത്തിലെ ഏറ്റവും ഉയർന്ന മൂല്യമുള്ള കറൻസികളിൽ ഒന്നാണിത്. രാജ്യത്തിന്റെ ശക്തമായ സാമ്പത്തിക നിലയെ ഇത് പ്രതിഫലിക്കുന്നു. കറുത്ത മരണം ആദ്യമായി യൂറോപ്പിലെത്തി വ്യാപകമായ നാശം വിതച്ചത് ഏതു വർഷമാണ്? 1347 CE.
കറുത്ത മരണം ബ്ലാക്ക് ഡെത്ത് എന്ന മഹാരോഗം 1347-ൽ യൂറോപ്പിലെത്തി. ഇത് യൂറോപ്പിലെ ജനസംഖ്യയുടെ വലിയൊരു ഭാഗത്തെ ഇല്ലാതാക്കുകയും സാമൂഹികവും സാമ്പത്തികവുമായ വലിയ മാറ്റങ്ങൾക്ക് കാരണമാവുകയും ചെയ്തു. ബംഗ്ലാദേശിന്റെ തലസ്ഥാനം എന്താണ്? ധാക്ക. ധാക്ക ബംഗ്ലാദേശിന്റെ തലസ്ഥാനവും ഏറ്റവും വലിയ നഗരവുമാണ്. ബുരിഗംഗ നദിയുടെ കിഴക്കൻ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഇത് രാജ്യത്തിന്റെ രാഷ്ട്രീയ, സാമ്പത്തിക, സാംസ്കാരിക കേന്ദ്രമാണ്. ലോകത്തിലെ ഏറ്റവും ജനസാന്ദ്രതയേറിയ നഗരങ്ങളിലൊന്നാണിത്. കൊസോവോ യുദ്ധം നടന്നത് ഏതു വർഷമാണ്? 1389 CE. 1389-ൽ നടന്ന കൊസോവോ യുദ്ധം ഓട്ടോമൻ സാമ്രാജ്യവും സെർബിയൻ സഖ്യസേനയും തമ്മിലുള്ള പ്രധാനപ്പെട്ട ഒരു പോരാട്ടമായിരുന്നു. ഈ യുദ്ധം ബാൽക്കണിലെ ഓട്ടോമൻ ആധിപത്യത്തിന് വഴിയൊരുക്കി. ബംഗ്ലാദേശിന്റെ കറൻസി എന്താണ്? ടാക്ക. ബംഗ്ലാദേശ് ടാക്ക BDT ആണ് ബംഗ്ലാദേശിന്റെ ഔദ്യോഗിക കറൻസി. 1972-ൽ ബംഗ്ലാദേശ് ബാങ്ക് ആണ് ഇത് പുറത്തിറക്കിയത്. രാജ്യത്തിന്റെ സാമ്പത്തിക പ്രവർത്തനങ്ങളുടെയും വാണിജ്യത്തിന്റെയും നട്ടെല്ലാണിത്. ഫ്ലോറൻസിൽ സ്വാധീനമുള്ള മെഡിസി ബാങ്ക് സ്ഥാപിച്ചത് ഏതു വർഷമാണ്? 1397 CE. മെഡിസി ബാങ്ക് 1397-ൽ ഫ്ലോറൻസിൽ സ്ഥാപിക്കപ്പെട്ടു. യൂറോപ്പിലെ ഏറ്റവും ശക്തമായ സാമ്പത്തിക സ്ഥാപനങ്ങളിൽ ഒന്നായിരുന്നു ഇത്. നവോത്ഥാനകാലത്തെ കലയെയും രാഷ്ട്രീയത്തെയും ഇത് വളരെയധികം സ്വാധീനിച്ചു. ബാർബഡോസിന്റെ തലസ്ഥാനം എന്താണ്? ബ്രിഡ്ജ്ടൗൺ. ബ്രിഡ്ജ്ടൗൺ ബാർബഡോസിന്റെ തലസ്ഥാനവും ഏറ്റവും വലിയ നഗരവുമാണ്. കരീബിയൻ കടലിലെ ഒരു പ്രധാന തുറമുഖ നഗരമാണിത്. ചരിത്രപരമായ പ്രാധാന്യം കണക്കിലെടുത്ത് യുനെസ്കോ ലോക പൈതൃക പട്ടികയിൽ ഇത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഫ്രാൻസിലെ ലൂയി 11 രാജാവ് ഒരു റോയൽ തപാൽ സേവനം സ്ഥാപിച്ചത് ഏതു വർഷമാണ്? 1461 CE. ലൂയി 11 1461-ൽ ഫ്രാൻസിൽ ഒരു റോയൽ തപാൽ സേവനം സ്ഥാപിച്ചു. ഇത് ആശയവിനിമയം മെച്ചപ്പെടുത്താനും ഭരണപരമായ കാര്യങ്ങൾ കാര്യക്ഷമമാക്കാനും സഹായിച്ചു. ബാർബഡോസിന്റെ കറൻസി എന്താണ്? ബാർബേഡിയൻ ഡോളർ. ബാർബേഡിയൻ ഡോളർ BBD ആണ് ബാർബഡോസിന്റെ കറൻസി. ഇത് US ഡോളറുമായി അനുപാതം 2:1 അനുപാതത്തിൽ ബന്ധിപ്പിച്ചിരിക്കുന്നു. സെൻട്രൽ ബാങ്ക് ഓഫ് ബാർബഡോസ് ആണ് ഇത് നിയന്ത്രിക്കുന്നത്. യൂറോപ്യന്മാർക്ക് അമേരിക്കയിലേക്കുള്ള ഒരു പുതിയ വഴി കണ്ടെത്തുന്നതിലേക്ക് നയിച്ച ക്രിസ്റ്റഫർ കൊളംബസിന്റെ യാത്ര ആരംഭിച്ചത് ഏതു വർഷമാണ്? 1492 CE. ക്രിസ്റ്റഫർ കൊളംബസ് 1492-ൽ തന്റെ ആദ്യ യാത്ര ആരംഭിച്ചു. ഇത് അമേരിക്കൻ ഭൂഖണ്ഡങ്ങളിലേക്കുള്ള യൂറോപ്യൻ പര്യവേഷണങ്ങൾക്കും കോളനിവൽക്കരണത്തിനും വഴിതുറന്നു. ഈ സംഭവം ലോകചരിത്രത്തിലെ ഒരു സുപ്രധാന നാഴികക്കല്ലായി കണക്കാക്കപ്പെടുന്നു.